സമത്വ സമാജം എന്നു പേരായ ഈ സംഘടനയുടെയും ഇന്നത്തെ സഭയുടെയും അധ്യക്ഷനായ PI ആൻഡ്രു, ഈ സംഘടനയുടെ ഉദ്ഘാടനം നിർവഹിച്ച എൻ്റെ സുഹൃത്ത് ഗുരുവായൂർ MLA KV അബ്ദുൽ ഖാദർ, ഇവിടെ ആമുഖ ഭാഷണം നടത്തിയ P അജിത്, ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച ഗുരുവായൂർ നഗരസഭയുടെ അധ്യക്ഷ രേവതി ടീച്ചർ, ഇനി സംസാരിക്കാനിരിക്കുന്ന ശ്രുതി ടീച്ചർ, ഇവിടെ സ്വാഗത ഭാഷണം നടത്തിയ KC തമ്പി, സുഹൃത്തുക്കൾ, ഈ സംഘത്തിൻ്റെ സ്വഭാവത്തെപ്പറ്റിയും പ്രവർത്തന രീതിയെപ്പറ്റിയും അജിത്ത് സംസാരിച്ചപ്പോൾ എനിക്ക് സത്യത്തിൽ വലിയ ആവേശം തോന്നി. ഞാൻ വരാനുള്ള കാരണം അതാ. കാരണം ആ പേര് തന്നെ വളരെ പ്രചോദനദായകമാണ്. സമത്വ സമാജം, പഴയൊരു വാക്കാത്. സമാജം എന്ന് പറഞ്ഞാൽ സമൂഹം. മലയാളികൾക്ക് മനസ്സിലാവണമെങ്കിൽ പച്ചമലയാളത്തിൽ പറയാം സൊസൈറ്റി. അപ്പോൾ മനസ്സിലായി. അങ്ങനെ പറയേണ്ടത്. അപ്പോ ഒരു ഈക്വൽ സൊസൈറ്റി, അപ്പോഴാ മനസ്സിലാവും. നിങ്ങളുടെ പ്രവർത്തന രീതി ആളുകൾ ചോദിക്കും, എന്താ ഇപ്പൊ ഇങ്ങനെ പ്രസംഗിച്ചിട്ട്? ഈ കാലത്ത് പ്രസംഗം ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആശയപ്രബോധനം, ആശയപ്രചാരണം, നിലപാടുകൾ കുറ്റകൃത്യങ്ങളാവാനിടയുള്ള ഒരു കാലത്ത് നിങ്ങൾ സംസാരിക്കുന്നു എന്നുള്ളത് തന്നെ വളരെ പ്രധാനമാണ്. അടിയന്തരാവസ്ഥ കാലത്ത് ഞങ്ങൾ കേട്ട ഒരു കൽപ്പന അതാണ്, നാവടക്കൂ എന്ന്. അങ്ങനെ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഇത്തരം ഒരു വേദി ഒരുക്കാൻ ആൻഡോവിനും അജിത്തിനും മറ്റു സുഹൃത്തുക്കൾക്കും സാധിക്കുമോ? എന്നെപ്പോലെയുള്ള ഒരാൾക്ക് ഇവിടെ വന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ സാധിക്കുമോ? സംശയം. ഞാനതൊരു നിരാശ കൊണ്ട് പറയുന്നതല്ല. അങ്ങനെ ഒരു മുന്നറിയിപ്പ്, ഒരു താക്കീത് ഇന്ന് ഇന്ത്യയിലെ ഓരോ നഗരത്തിലും ഗ്രാമത്തിലും ഉണരേണ്ടതുണ്ട് എന്നുകൊണ്ട് പറയാം. ഇപ്പോ എന്റെ സംഭാഷണ വിഷയം ഇന്ത്യൻ മതേതരത്വത്തിന്റെ മതനിരപേക്ഷതയുടെ പ്രതിസന്ധികൾ. വലിയൊരു പ്രശ്നമാണ്. മതനിരപേക്ഷത എന്നാണോ പറയേണ്ടത്, മതേതരത്വം എന്നാണോ പറയേണ്ടത്? EMS മതനിരപേക്ഷത എന്ന് മാത്രമേ പറയാവൂ എന്ന് അഭിപ്രായപ്പെട്ടിരുന്നു. ദേശാഭിമാനി പത്രവും വാരികയും സാമാന്യമായി CPM CPI പ്രവർത്തകരൊക്കെ ആ വാക്കാണ് ഉപയോഗിക്കുന്നത്. EMS അന്ന് പറഞ്ഞത്, നമ്മൾ സെക്കുലർ എന്നുള്ള വാക്ക് പരിഭാഷപ്പെടുത്തുമ്പോൾ അത് മതവിരുദ്ധമാണ് എന്നൊരു തോന്നൽ ഉണ്ടാക്കരുത്. അത് ശരിയാ. എന്നാൽ സെക്കുലർ എന്ന് പറഞ്ഞാൽ അത് മതവിരുദ്ധമാണ് എന്നില്ല, മതവിരുദ്ധമായിക്കൊള്ളുന്നില്ല. എന്താ കാരണം എന്ന് വെച്ചാല് സെക്കുലർ എന്ന പദത്തിന്റെ വിപരീത പദം രാഷ്ട്രീയ സാഹചര്യത്തിൽ എന്റെ കണക്കിന് സേക്രഡ് എന്നാണ്, വിശുദ്ധം. അപ്പൊ വിശുദ്ധമായി ഒന്നുമില്ല, സേക്രഡ് ആയിട്ടൊന്നുമില്ല, എല്ലാം സെക്കുലർ ആണ്. സെക്കുലർ എന്ന് പറഞ്ഞാൽ ലൗകികം ആണ്, ഇഹലോകത്തെ സംബന്ധിച്ചെന്നാണ് ആ വാക്കിന്റെ അർത്ഥം. വളരെ അപകടം പിടിച്ച വാക്കാണ്. ഇന്ന് മതേതരത്വത്തിന്റെ മതനിരപേക്ഷതയുടെ ശത്രുക്കൾ മുഴുവൻ സെക്കുലർ സൊസൈറ്റി, മതേതര സമാജം എന്ന് പറഞ്ഞാൽ അത്
മതവിരുദ്ധമായ മതരഹിതമായ ഒന്നാണ് എന്ന് പ്രചരിപ്പിക്കുന്നുണ്ട്. മതരഹിതമായാൽ മാത്രമേ രാഷ്ട്രം സെക്കുലർ ആവുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന യുക്തിവാദികളും ഉണ്ട്. ഇത് രണ്ടും ശരിയല്ല. എന്താ കാരണം? മതേതരത്വം എന്ന് പറയുന്നത്, മതനിരപേക്ഷത എന്ന് പറയുന്നത്, സെക്കുലർ എന്ന് പറയുന്നത് മതാധിഷ്ഠിതമല്ല, മതാതീതമല്ല, മതവിരുദ്ധമല്ല. It is neither religious nor irreligious nor anti-religious. അത് മതത്തെ ആധാരമാക്കിയുള്ളതല്ല, അത് മതത്തിന് അതീതമല്ല, അത് മതവിരുദ്ധമല്ല. ഇപ്പോ വേണ്ടത്ര വ്യക്തമായിട്ടില്ല, ഞാനത് വ്യക്താക്കാം. ഒന്നാമത്തെ കാര്യം, നമ്മളുടെ ഗാന്ധിയുടെ പിറകിലായിരിക്കുന്നത്. ഇപ്പൊ ഗാന്ധി ജനിച്ചിട്ട് 150 കൊല്ലായി. 100ാം കൊല്ലത്തില് 1969 നമ്മുടെ രാഷ്ട്രം ഗാന്ധിയുടെ ജന്മശതാബ്ദി കൊണ്ടാടിയപ്പോ അതിഥിയായിട്ട് ക്ഷണിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ ഖാൻ അബ്ദുൽ ഗാഫർ ഖാനെയാണ്. ഗാഫർ ഖാൻ വന്നിട്ട്, അദ്ദേഹം ദീർഘായുസായിരുന്നു, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 93ാം വയസ്സിലാണ് മരിച്ചത്. ഇന്ത്യൻ പാർലമെന്റിന്റെ 2 സഭകളെയും ഒരുമിച്ച് കൂട്ടിയ ഒരു യോഗത്തിൽ ബാദ്ഷാ ഖാൻ സംസാരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞൊരു വാക്യം എനിക്ക് ഓർമ്മയുണ്ട്. ഞാനിന്ന് പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയാണ്. അദ്ദേഹം കോഴിക്കോട്ട് വന്നപ്പോ ഞാൻ പോയി കണ്ടിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ ഇന്ത്യക്കാർ ഗാന്ധിയെ മറന്നു, നിങ്ങൾ ബുദ്ധനെ മറന്ന പോലെയെന്ന്. ഭയങ്കരമായ വാക്യമാണ്. നമ്മള് ഗാന്ധിയെ മറന്നു, എങ്ങനെ? ബുദ്ധനെ മറന്ന പോലെ. ഈ ലോകത്തിന് തന്നെ അഹിംസയുടെ സിദ്ധാന്തം കൊടുത്ത 2 ആളുകളെ പറ്റിയാ ബാദ്ഷാ ഖാൻ പറഞ്ഞത്. ഗാന്ധി ഒരിക്കലും മതേതരത്വം എന്നോ മതനിരപേക്ഷത എന്നോ സെക്കുലർ എന്നോ ഉള്ള വാക്ക് ഉപയോഗിച്ചില്ല. ഗാന്ധി ഉപയോഗിച്ചത് സർവധർമ്മ സമഭാവം എന്നുള്ള വാക്കാ. ഉപനിഷത്തിൽ നിന്ന് എടുത്തതാ സർവധർമ്മ സമഭാവം. ധർമ്മം എന്ന് ഗാന്ധി പറയുന്നത് മതപാരമ്പര്യത്തെ പറ്റിയാ. എല്ലാ ധർമ്മങ്ങൾക്കും സമഭാവം, തുല്യത, അതാണ് സമത്വം. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നീതിയാണ്. നീതിക്ക് വേണ്ടത് തുല്യതയാണ്. ഇതാണ് പ്രശ്നം. പ്രശ്നം ലളിതമാണ്. ഒരു വാക്കുകൊണ്ട് കഴിഞ്ഞു, അത് മനസ്സിലാക്കാൻ വലിയ പ്രയാസം. കാരണം ഇന്നിപ്പോ ഇന്ത്യയില് 125 കോടി ജനങ്ങൾ, അനേകം ഭാഷകൾ, അനേകം മതങ്ങൾ, അനേകം ജാതികൾ, അനേകം ഉൾജാതികൾ, അതിനകത്ത് ഉപജാതികൾ. എങ്ങനെയാണ് നിയമത്തിന്റെ മുമ്പിൽ, നീതിപീഠത്തിന്റെ മുമ്പിൽ, ഭരണകൂടത്തിന്റെ മുമ്പിൽ, സമൂഹത്തിന്റെ മുമ്പിൽ തുല്യത പുലർത്തുക? തുല്യത പുലരുന്ന ഒരു സമൂഹം, ഒരു സമാജം എങ്ങനെ ഉണ്ടാവും എന്നതായിരുന്നു നമ്മുടെ പ്രശ്നം. ഗാന്ധി കണ്ട ഒരു കാര്യം, നമ്മുടെ ദേശീയതയ്ക്ക് പറ്റിയ പേര്, അതിന്റെ സങ്കല്പം, അത് ഇന്ത്യൻ ആണ്. 1893 ഗാന്ധി ആദ്യമായി ഒരു പൊതുയോഗത്തിൽ സംസാരിക്കുന്നത്. സൗത്ത് ആഫ്രിക്കയിലാണ്. 24 വയസ്സാണ് ഗാന്ധിക്ക് അന്ന്. അപ്പോ ഗാന്ധി സംസാരിക്കുന്നത് ഒരു യോഗത്തിൽ, അദ്ദേഹത്തിന് പ്രസംഗിച്ച് പരിചയമില്ല, വക്കീലാണ്. പഠിക്കുന്ന കാലത്തും വക്കീലായപ്പോഴൊക്കെ സംസാരിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. കൂലി എന്ന് വിളിക്കപ്പെട്ട ഇന്ത്യക്കാരെ അവര് നേരിടുന്ന പലതരത്തിലുള്ള വിവേചനങ്ങൾക്ക് എതിരായിട്ട് ബോധവൽക്കരിക്കാനും ഗവൺമെന്റിനെതിരായിട്ട് പ്രതിഷേധം സംഘടിപ്പിക്കാനും ഗാന്ധി ഒരു യോഗം വിളിക്കുകയാണ്. ആ യോഗത്തിൽ അദ്ദേഹം ആദ്യമായിട്ട് സംസാരിക്കും. അദ്ദേഹം സംസാരിക്കുമ്പോൾ പറഞ്ഞത്, നമ്മളിവിടെ ഒത്തുകൂടിയത് അനവധി ഭാഷക്കാരുണ്ട്, അനവധി മതക്കാരുണ്ട്, അനവധി ജാതിക്കാരുണ്ട്. ഗുജറാത്തികളും ഹിന്ദിക്കാരും തമിഴന്മാരും ഉണ്ട്, മുസ്ലിങ്ങളും പാർസികളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഉണ്ട്, പല ജാതിക്കാരുണ്ട്. പക്ഷേ നമ്മളിവിടെ ഒരുമിച്ച് കൂടിയത് ഇന്ത്യക്കാർ എന്ന നിലയിലാണ്.
കാരണം ഇന്ത്യക്കാർ നേരിടുന്ന പ്രശ്നങ്ങളൊക്കെ പൊതുവാണ്. നമ്മൾ പലതരത്തിലുള്ള വിവേചനങ്ങൾക്കും അവമാനങ്ങൾക്കും ചൂഷണങ്ങൾക്കും വിധേയരാകുന്നുണ്ട്. അതിനെ എങ്ങനെ ചെറുക്കാം എന്നാലോചിക്കാനാണ്. 1893 എന്നുള്ള കൊല്ലം നമ്മുടെ സാംസ്കാരിക ചരിത്രത്തിൽ വളരെ പ്രധാനമാണ്. സാംസ്കാരിക ചരിത്രം സമത്വ സമാജത്തിന്റെ ഇനി അങ്ങോട്ടുള്ള വേദികളിലും വളരെ പ്രധാനമാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം നിങ്ങൾ ഉയർത്തുന്നത് സാംസ്കാരിക രാഷ്ട്രീയമാണ്. അങ്ങനെ ഒരു സാധനം ഇന്ന് അത്യാവശ്യമായി തീർന്നിരിക്കുകയാണ്. എന്താ കാരണം? ഇവിടുത്തെ കക്ഷി രാഷ്ട്രീയം, ഇവിടുത്തെ സമുദായ സംഘടനകൾ, ഇവിടുത്തെ മതസംഘടനകൾ, അവർക്ക് ഏറ്റവും പ്രധാനം അവരുടെ സംഘടനകളും കൊടികളും മുദ്രാവാക്യങ്ങളുമാണ്, അല്ലാതെ മൂല്യങ്ങളല്ല എന്ന് ഓരോ ദിവസവും തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഒരു പാറ പൊട്ടിക്കുന്നതിനെതിരായിട്ട്, ഒരു നദിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, ഒരു റോഡ് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, ഒരു പൊതുവിദ്യാലയം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പാർട്ടികളുടെയും ജാതികളുടെയും മതങ്ങളുടെയും അതിരുകൾക്കപ്പുറത്തുള്ള ഒരു കൂട്ടായ്മ, ഒരു സാംസ്കാരിക രാഷ്ട്രീയം രൂപം കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ആ തരത്തിലുള്ള നിങ്ങൾ സ്വയം തിരിച്ചറിഞ്ഞാലും ഇല്ലെങ്കിലും കേരളത്തിന്റെ പല ഭാഗത്തും രൂപം കൊണ്ടുകൊണ്ടിരിക്കുന്ന വളരെ ചെറിയ സാംസ്കാരിക രാഷ്ട്രീയത്തിന്റെ കൂട്ടായ്മകളിൽ ഒന്നാണ് ഈ സമത്വ സമാജം. ഞങ്ങൾക്ക് കോഴിക്കോട്ട് ഒരു മതേതര സമാജമുണ്ട്. അങ്ങനെ പലയിടത്തും പല സമാജങ്ങളുണ്ട്. അതിനൊരു കൊടിയില്ല, അതിനൊരു നേതാവില്ല, അതിനൊരു അഖില കേരള സ്വഭാവമില്ല എന്നുള്ളത് താരതമ്യേന അപ്രധാനമാണ്. നമ്മൾ നമ്മുടെ സംസ്കാരം കൊണ്ട്, നമ്മുടെ മൂല്യബോധം കൊണ്ട്, നമ്മുടെ വ്യക്തിത്വം കൊണ്ട് ഇതിനെ ചെറുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. 1893 എന്ന വർഷം ചിക്കാഗോയിൽ സ്വാമി വിവേകാനന്ദൻ സെപ്റ്റംബർ 11-ാം തീയതി ഇന്ത്യൻ സംസ്കാരത്തെ പറ്റിയും മതങ്ങളെ പറ്റിയും സംസാരിച്ച കൊല്ലമാണ്. ആ കൊല്ലത്തിലാണ് ഗാന്ധി സൗത്ത് ആഫ്രിക്കയിൽ അദ്ദേഹം സംസാരിക്കുമ്പോൾ ഇന്ത്യ എന്നുള്ള ഒരു സങ്കല്പം വരികയാണ്. അപ്പോ ആ ദേശീയതയ്ക്കകത്ത് എല്ലാവരും തുല്യരാണ് എന്നാണ് പിന്നീട് തൻ്റെ കർമ്മബദ്ധമായ ജീവിതം കൊണ്ട് ഗാന്ധി തെളിയിച്ചത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ അബുൽ കലാം ആസാദ്, ബാദ്ഷാ ഖാൻ, ജവഹർലാൽ നെഹ്റു തുടങ്ങിയ അനവധി ആളുകൾ തെളിയിച്ചത്. അപ്പോ നമ്മൾ ഓർമ്മിക്കേണ്ട കാര്യം, എപ്പോഴും ആളുകൾ പറയാറില്ല, ഗാന്ധിയെ പറ്റിയുള്ള ഒരു കുറ്റം, അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് മതം കൊണ്ടുവന്നു, നമ്മുടെ മതനിരപേക്ഷ നശിപ്പിച്ചത് ഗാന്ധിയാണെന്ന് യാതൊരു തിരിച്ചറിവില്ലാതെ സംസാരിക്കുകയാണ്. ഞാൻ ഒരു ഉദാഹരണം പറയാം. എന്റെ കാലശേഷം എന്റെ ഭാഷ സംസാരിക്കും എന്ന് ഗാന്ധി ഒരു നേതാവിനെ പറ്റിയാ പറഞ്ഞത്. ആ നേതാവിന്റെ പേര് ജവഹർലാൽ നെഹ്റു എന്നാണ്. അദ്ദേഹം ദൈവമുണ്ടോ ഇല്ലേ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞ ഒരാളാണ്. അദ്ദേഹം ഒരു മതത്തിലും വിശ്വസിച്ചിരുന്നില്ല, ഒരു മതവും അനുഷ്ഠിച്ചിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഒരു ഹിന്ദു സന്യാസിയുടെ രൂപഭാവങ്ങളുള്ള വിനോബ ഭാവയെ പറ്റിയാണ് ഗാന്ധി അങ്ങനെ പറയേണ്ടിയിരുന്നത്. ഗാന്ധി പറഞ്ഞ ആരെ പറ്റിയാ പറഞ്ഞ? ജവഹർലാൽ നെഹ്റുവിനെ പറ്റിയാ. അദ്ദേഹം സോഷ്യലിസ്റ്റാണ്, ആധുനികനാണ്, എല്ലാ പരിഷ്കാരങ്ങളും ഉള്ള ഒരാളാണ്. എല്ലാവർക്കും അറിയുന്ന മാതിരി ഇംഗ്ലീഷ് ഭാഷയെ പറ്റിയോ സാഹിത്യത്തെ പറ്റിയോ ഒക്കെ അങ്ങനെ പറയും. നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്നെങ്കിൽ ഓക്സ്ഫോർഡിൽ ഇംഗ്ലീഷ് ഭാഷയുടെ പ്രൊഫസർ ആകുമായിരുന്നു എന്ന് പറയും. അത്ര വലിയ എഴുത്തുകാരനും പ്രഭാഷകനാണ്. ഞാനൊരു ഉദാഹരണം പറഞ്ഞാണ്, ഇത് വിസ്തരിച്ച് പറയാനുണ്ട്. അത് ചോദ്യോത്തര വേളയിൽ അങ്ങനെ വരികയാണ്, നമുക്കത് ചർച്ച ചെയ്യാം. അപ്പൊ മതനിരപേക്ഷത എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ആദ്യം അത് നിർവചിക്കണം. അത് എൻ്റെ കണക്കിന് ഒരു ചെറിയ കാര്യമാണ്. അതെന്താണ്? രാഷ്ട്ര നിയമങ്ങളായിട്ട് മതനിയമങ്ങൾ വരാത്ത ഒരവസ്ഥയാണത്. നിങ്ങൾക്ക് ഏത് മതത്തിലും വിശ്വസിക്കുവാനും ഏത് മതം അനുഷ്ഠിക്കുവാനും ഒരു മതവും വിശ്വസിക്കാതിരിക്കാനും ഒരു മതവും അനുഷ്ഠിക്കാതിരിക്കാനും ഏത് ആളോട് നിങ്ങളുടെ ഏത് മതമൂല്യങ്ങൾ പ്രബോധനം ചെയ്യാനും ഒക്കെ അവകാശവും സ്വാതന്ത്ര്യവും അധികാരവുമുണ്ട്. അപ്പോൾ ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ ആ തരത്തിലുള്ള ഏത് മതാനുഷ്ഠാനവും ഏത് ജാത്യാചാരവും ഇവിടുത്തെ സ്വാതന്ത്ര്യത്തിനോ പൗരാവകാശത്തിനോ ജനങ്ങളുടെ
സാമാന്യമായ അവകാശങ്ങൾക്കോ എതിരാവാൻ പാടില്ല. ഏതുപോലെ മതം ആയിട്ട് ആളുകൾ നരബലി നടത്തിയിരുന്ന ഒരു കാലം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. പ്രതിഷ്ഠയുടെ മുമ്പിൽ മൃഗങ്ങളെ ബലി കൊടുക്കും പോലെ മനുഷ്യനെ ബലി കൊടുക്കുക. നരബലി ഒരു മതത്തിന്റെ പേരിൽ നമുക്ക് അംഗീകരിക്കാൻ വയ്യ. സതി എന്നൊരാചാരം ഉണ്ടായിരുന്നു. അത് ഞങ്ങളുടെ ഹിന്ദു പാരമ്പര്യത്തിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞാൽ നമുക്കത് അംഗീകരിക്കാൻ വയ്യ. അയിത്തം ഞങ്ങളുടെ മതാചാരമാണ് എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ വയ്യ. ക്രിസ്തീയ മതത്തിൽ യാതൊരു കാരണവശാലും വിവാഹമോചനം അനുവദിച്ചിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ വിവാഹമോചനത്തിന് എതിരാണ് എന്ന് ക്രിസ്ത്യാനികൾ പറഞ്ഞാൽ നമുക്ക് സമ്മതിക്കാൻ പറ്റുകയില്ല. ഇതുപോലെ ഇപ്പോ സന്താന നിയന്ത്രണം ഞങ്ങളുടെ മതത്തിനെതിരാണ് എന്ന് മുസ്ലിങ്ങൾ പറഞ്ഞാൽ നമുക്ക് സമ്മതിക്കാൻ പറ്റുകയില്ല. അപ്പൊ എന്താ അർത്ഥം? അർത്ഥം ലളിതമാണ്. നിങ്ങൾ ഏത് മതമോ വിശ്വസിക്ക്, ഏത് ആചാരമോ കൊണ്ടു നടക്ക്, ഏത് അനുഷ്ഠാനമോ ഉയർത്തിപ്പിടിക്ക്, അതൊക്കെ സാമാന്യമായി ഇവിടുത്തെ ഒരു സമൂഹത്തിന്റെ പൊതുവായ ക്ഷേമത്തിനെതിരാവുമ്പോൾ അത് പരിഷ്കരിക്കേണ്ടി വരും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, പ്രതിരോധ കുത്തിവയ്പ്പ് എടുക്കുന്നത് എന്റെ മതവിശ്വാസത്തിനെതിരാണ് എന്ന് പറഞ്ഞാൽ അത് വിടാൻ പറ്റില്ല. എന്താ കാരണം? അത് തൊട്ടപ്പുറത്തുള്ള ആളെ ബാധിക്കും. ഡിഫ്തീരിയ എനിക്ക് വന്നു, ഞാൻ മുസ്ലിമാണ്, എനിക്ക് കുത്തിവയ്പ്പ് വേണ്ട എന്ന് പറഞ്ഞാൽ തൊട്ടപ്പുറത്ത് താമസിക്കുന്ന മുസ്ലിം അല്ലാത്ത ഒരാളെ, മുസ്ലിമായ ഒരാളെ, ഇത് വിശ്വസിക്കാത്ത ഒരാളെ ഇത് ബാധിക്കും. അപ്പോ വസൂരി എന്നത് അമ്മ വിളയാട്ടമാണ്, അത് ചികിത്സിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ കാര്യം നടക്കില്ല. അപ്പോ നിങ്ങൾ ഏത് മതം വിശ്വസിക്ക്, അതൊക്കെ ഇവിടുത്തെ ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും ദേശീയതയുടെയും പൊതുവായ ഒരു സമൂഹത്തിന് എതിരാവുമ്പോൾ നമ്മളത് പരിഷ്കരിക്കും. ആ പരിഷ്കരണത്തോട് ഒത്തു പോകുന്നതിനാണ് എന്ത് പറയാ? മതനിരപേക്ഷത, മതേതരത്വം, സെക്കുലറിസം എന്ന് പറയാം. ഇപ്പോ പെണ്ണുങ്ങൾ എഴുത്ത് പഠിക്കാൻ പാടില്ല എന്ന് ആര് പറയുന്നു? എന്ന് എത്രയോ കാലം ഇവിടുത്തെ അന്തർജനങ്ങൾ എഴുത്ത് പഠിക്കുന്നതെന്ന് വിലക്കപ്പെട്ടിരുന്ന ഒരു കൂട്ടരാണ്. മുസ്ലിങ്ങൾ എത്രയോ കാലം പെൺകുട്ടികളെ എഴുത്ത് പഠിപ്പിച്ചിരുന്നില്ല. അത് നിങ്ങളുടെ മത ആചാരമാണ്, ഞങ്ങളുടെ നാട്ടു നടപ്പാണ് എന്ന് പറഞ്ഞ് അംഗീകരിക്കാൻ വയ്യ. കാരണം എന്താണ്? അവരൊക്കെ ഇന്ത്യൻ ഭരണഘടനയുടെ സങ്കല്പം അനുസരിച്ച് നമ്മുടെ റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് പരമാധികാരമുള്ള രാഷ്ട്രം എന്നാണ്. ആ റിപ്പബ്ലിക്കിലെ അവരൊന്നും പ്രജകളല്ല, അവരൊക്കെ പൗരന്മാരാണ് കേട്ടോ. തിരുവിതാംകൂറിലെ രാജാവിനെ പേര് വിളിക്കാറില്ല, അവരുടെ ജന്മനാളാ പറയാ. ശ്രീമൂലം തിരുനാൾ, സ്വാതി തിരുനാൾ, ചിത്തിര തിരുനാൾ എന്നൊക്കെ അവരുടെ നാളെ പറയുള്ളൂ, പേര് വിളിക്കാൻ പാടില്ല. അങ്ങനെയായിരുന്നു നമ്മുടെ നാട്ടു നടപ്പ്. നമ്മൾ പാട്ടിൽ പറഞ്ഞില്ലേ, എങ്ങനെ ഞാൻ നാവെടുത്ത് പേര് വിളിക്കുന്ന, ഭർത്താവിന്റെ പേര് തന്നെ ഉച്ചരിക്കില്ല ഇവിടുത്തെ എല്ലാ സമുദായക്കാരും. വക്കം മൗലവി കേട്ടോ, നവോത്ഥാനത്തെ പറ്റി പറയുമ്പോൾ ഓർമ്മിക്കേണ്ട ഒരു പേരാ വക്കം മൗലവി. അദ്ദേഹം 1932 മരിച്ചുപോയി. വക്കം മൗലവി ഭാര്യയോട് പറഞ്ഞു, നീ എന്നെ പേര് വിളിച്ചാൽ മതി. അവര് പേര് വിളിക്കൂലെന്ന് മാത്രമല്ല, സ്വന്തം വായ കൊണ്ട് ആ പേര് വേറെ ഒരു സന്ദർഭത്തിൽ ഉച്ചരിക്കൂല. അപ്പൊ മൗലവി എന്ത് അറിയും? മകന് സ്വന്തം പേരിട്ട് നീ അത് ഉച്ചരിക്കുന്നൊന്ന് അറിയണം. വക്കം മുഹമ്മദ് അബ്ദുൽ ഖാദർ മൗലവി, മകന് പേരിട്ടത് അബ്ദുൽ ഖാദർ എന്നാ. ഉമ്മയ്ക്ക് മകനെ പേര് വിളിക്കണ്ടേ? നമ്മുടെ നാട്ടിലെങ്ങനെ കൈകൊട്ടുകളിപ്പാട്ടിൽ വാസുദേവൻ എന്നുള്ളത് പറയില്ല. എന്താണ്? കടൽ വർണ്ണൻ ഉണ്ണിയുടെ അച്ഛൻ എന്നാ പാടുക. കാരണം വാസുദേവൻ ഭർത്താവിന്റെ പേരാ. ഇതാണ് ഇവിടുത്തെ കേട്ടോ. ഇന്ത്യൻ മതനിരപേക്ഷതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, നിങ്ങൾ സമത്വ സമാജത്തുണ്ടല്ലോ, സ്ത്രീ പുരുഷ സമത്വമില്ലായ്മയാണ്. പിന്നെ ഇന്ന് വേറൊരു കാര്യം ആലോചിക്കാനുണ്ട്. സ്ത്രീ പുരുഷ സമത്വം എന്ന് പറഞ്ഞാൽ അങ്ങനെ പോകാൻ വരട്ടെ. എന്താ കാരണം? ഇവിടെ വേറെ ഒരു കൂട്ടരുണ്ട്. ആരാത്? ട്രാൻസ്ജെൻഡർ എന്ന് പറയും. ആണിന്റെ ശരീരവുമായി ജനിച്ച് പെണ്ണിന്റെ മനസ്സുമായിട്ട് ജീവിക്കുന്ന ആളുകൾ, പെണ്ണിന്റെ ശരീരവുമായി ജനിച്ച് ആണിന്റെ മനസ്സുമായിട്ട് ജീവിക്കുന്ന ആളുകൾ, ഉഭയ ലൈംഗികാവയവമുള്ള ആളുകൾ, അങ്ങനെ ദുഃഖങ്ങൾ അനുഭവിക്കുന്ന അനവധി ആളുകളുണ്ട്. അപ്പൊ നമ്മുടെ ഭാഷയിൽ പറയാൻ വാക്കില്ല കേട്ടോ.
നമ്മുടെ ഭാഷയിൽ ഏറ്റവും വലിയ തെറികളിലൊന്നാ എന്ത്? ആണും പെണ്ണും കെട്ടവൻ അല്ലേ? വലിയ കാര്യമാണ് മലയാളത്തിൽ എന്ത് ആണായിരിക്കുക എന്നുള്ളത്. നമ്മുടെ വലിയ മൂല്യങ്ങളൊക്കെ അങ്ങനെയാ. പൗരുഷം എന്നതിന് പറയാം. ഞങ്ങൾ പണ്ട് കേട്ടിട്ടുണ്ട്, ഇന്ദിരാഗാന്ധി ഭരിക്കുന്ന കാലത്ത് അവരുടെ മന്ത്രിസഭയിൽ ആകെ ഒരാണേ ഉള്ളൂ, അത് ഇന്ദിരാഗാന്ധിയാണ് എന്ന് പറഞ്ഞാൽ തൻ്റെ ഇടം കാര്യപ്രാപ്തിയൊക്കെ ഉള്ള ആണുങ്ങൾക്ക് മാത്രമാണ്. മനസ്സിലാവുണ്ടോ? മനസ്സിലാവുണ്ടോ? ഇത് ആണുങ്ങൾക്ക് മാത്രമുള്ള ഒരു ഏർപ്പാടാണ്. ഇത് കാര്യപ്രാപ്തി, തൻ്റെ ഇടം. കേരളീയർ ഓർമ്മിക്കേണ്ടതാണ്, ഐക്യകേരളം രൂപം കൊണ്ടിട്ട് ഇപ്പൊ 10-70 കൊല്ലായി. ഇന്ന് വരെ പെണ്ണുങ്ങൾക്ക് 51% ജനസാന്ദ്രതയുള്ള ഈ നാട്ടിൽ ഇന്ന് വരെ ഒരു സ്ത്രീ മുഖ്യമന്ത്രി ആയിട്ടില്ല. നോ. എന്താ പറഞ്ഞ? ഇത് മതനിരപേക്ഷത പ്രശ്നമാണോ? ആണ്. കാരണം നിങ്ങളുടെ മതാചാരങ്ങളും ജാത്യാചാരങ്ങളും മുഴുവൻ സ്ത്രീയെ ഏറ്റവും താഴെയാ കണ്ടത്. പുസ്തകങ്ങൾ അങ്ങനെയാണ്, പഴഞ്ചൊല്ലുകൾ അങ്ങനെയാണ്, കടങ്കഥകൾ അങ്ങനെയാണ്, മിഥോളജി അങ്ങനെയാണ്, പുരാവൃത്തങ്ങൾ അങ്ങനെയാണ്. എല്ലാ ദൈവങ്ങളും എല്ലാ അവതാരങ്ങളും എല്ലാ പ്രവാചകന്മാരും സ്ത്രീയെ നിന്ദിക്കും. ഇവിടെ കുമാരനാശാന്റെ ചിത്രമാണ് എൻ്റെ തൊട്ടടുത്തുള്ളത്. അദ്ദേഹം നമ്മുടെ സ്മൃതികളെ പറ്റി പറഞ്ഞിരുന്നു. എന്താണ് നമ്മുടെ സ്മൃതികളുടെ സ്വഭാവം, അതിന്റെ സംഭാവന എന്താണ് എന്ന് ആശാൻ പറയും. പറഞ്ഞത് അടിയാള ജാതിക്കാരനെയും സ്ത്രീയെയും നിന്ദിക്കുന്നതാണ് സ്മൃതികൾ എന്ന് പറഞ്ഞു. ഗർഹിക്കാൻ അദ്ദേഹം ഉപയോഗിച്ച വാക്ക് തരുണീ പാദജ ഗർഹിണീയ സ്മൃതി. തരുണികളെയും പാദജന്മാരെയും ഗർഹിക്കുന്നതാണ് നമ്മുടെ സ്മൃതികൾ. ഇന്ത്യൻ മതനിരപേക്ഷതയ്ക്ക് വേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് ഈ പാദജനെയും ഈ തരുണിയെയും എങ്ങനെയാണ് ഒപ്പം നിർത്തുക, അവരുടെ സമത്വം എന്താണ്. ദളിതർ എന്താണ് ഈ നാട്ടിൽ അനുഭവിക്കുന്നത്, ആദിവാസികൾ എന്താണ് അനുഭവിക്കുന്നത്, എല്ലാ ജാതി സമൂഹങ്ങളിലും എല്ലാ മതസമൂഹങ്ങളിലും എന്തുകൊണ്ടാണ് സ്ത്രീകൾ ഇങ്ങനെ താഴെയായിപ്പോയത്? ചെറിയ കാര്യമൊന്നുമല്ല കേട്ടോ, ചെറിയ കാര്യമൊന്നുമല്ല. അതായത് ഇപ്പോ 2006 VS അച്യുതാനന്ദന്റെ ഗവൺമെന്റ് ഇവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സ്ത്രീകൾക്ക് 50% ഇരിപ്പിടം സംവരണം ചെയ്തു. വലിയ കാര്യമാണ്, മാതൃകാപരമായ കാര്യമാണ്. എനിക്കറിയുന്ന 2 മുസ്ലിം പണ്ഡിതന്മാർ, 2 സംഘടന നേതാക്കൾ അതിനെ എതിർത്തിട്ടുണ്ട്. ഇപ്പോഴും അവർ എതിർത്തുകൊണ്ടിരിക്കുന്നുണ്ട്. AP അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന സുന്നി, ഒരു വിഭാഗത്തിന്റെ നേതാവ്, പിന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ വക്താവായി പലപ്പോഴും വരാറുള്ള O അബ്ദുറഹിമാൻ. ഞാൻ ഉദാഹരണം പറയാം. ഇപ്പോ നമ്മൾ ചോദിക്കുക, 140 ഇരിപ്പിടങ്ങളുള്ള കേരള നിയമസഭയിൽ എന്തുകൊണ്ടാണ് 70 സ്ത്രീകളില്ലാത്തത്? മാഷി ആവശ്യമില്ലാത്ത വർത്താനൊക്കെ പറഞ്ഞത്. ഞാൻ ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് ഇന്ന് വരെ കേരളത്തിൽ ഒരു സ്ത്രീ ആഭ്യന്തരമന്ത്രി ആവാതിരുന്നത്? നിങ്ങളറിയോ? 100% സാക്ഷരതയും രാഷ്ട്രീയ പ്രബുദ്ധതയും സമ്പൽ സമൃദ്ധിയും ഒക്കെ ഉള്ള കേരളത്തിൽ ഇന്ന് വരെ ഒരു സ്ത്രീ വനിതാ മുഖ്യമന്ത്രി ആയില്ല. ഇതൊന്നുമില്ലാത്ത നിരക്ഷരന്മാരും അസംഘടിതരും രാഷ്ട്രീയ പ്രബുദ്ധത കുറഞ്ഞവര് എന്ന് പറയുന്ന ആളുകളുള്ള നമ്മുടെ സംസ്ഥാനത്തിന്റെ 5 ഇരട്ടി വലിപ്പമുള്ള ഉത്തർപ്രദേശിൽ 4 വട്ടം മായാവതി മുഖ്യമന്ത്രിയായി. 4 വട്ടം. മായാവതി എന്ന് പറയുന്നത് സ്ത്രീയാണ്, ദളിത് വിഭാഗത്തിൽ നിന്ന് വരുന്ന സ്ത്രീയാണ്. ഒരു ദളിത് സ്ത്രീ കേരളീയന്റെ മുഖ്യമന്ത്രിയാകുമോ? കേരളീയന്റെ ആഭ്യന്തരമന്ത്രിയാകുമോ? ഇവിടെ മതനിരപേക്ഷത എന്ന് പറഞ്ഞ് ഞാനത് ആവർത്തിക്കുകയാണ്. മതനിയമങ്ങൾ വേറെ, രാഷ്ട്ര നിയമങ്ങൾ വേറെ എന്ന് വകതിരിക്കുന്നതിനെയാണ് മതനിരപേക്ഷത എന്ന് പറയാ. ഇങ്ങനെ മതനിരപേക്ഷമായ സെക്കുലറായ ഒരു ഭരണഘടന ഉണ്ടാക്കിയത് ആ ഭരണഘടനയിൽ സെക്കുലർ എന്ന് ഉണ്ടായിരുന്നില്ല. കാരണം അതിന്റെ അവസാനത്തെ വട്ട ചർച്ചകളിൽ അംബേദ്കറോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇത് സെക്കുലർ എന്ന് അങ്ങ് വിശേഷിപ്പിക്കാത്തത്? അപ്പൊ അസംബ്ലി അദ്ദേഹം പറയാണ്, അത് പറയേണ്ട ആവശ്യമില്ല, അത് പറയാതെ കിട്ടും. ഇറ്റ് ഗോസ് വിത്തൗട്ട് സെയിങ്. എന്താണ് ഇതിന്റെ ഒരു സ്റ്റാറ്റ്യൂട്ട്, ഒരു വകുപ്പ് അനുസരിച്ച് നിങ്ങൾക്ക് മതാധിഷ്ഠിതമായി ഇത് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. ഇത് പറയാതെ തന്നെ സെക്കുലർ എല്ലാവരും അംഗീകരിച്ചു. അങ്ങനെയാണത്. കാരണം
നിയമനിർമ്മാണം നടക്കുമ്പോൾ, നീതിയുടെ മുമ്പിൽ വിചാരണ വരുമ്പോൾ, ഭരണകൂടം പ്രവർത്തിക്കുമ്പോൾ എല്ലാ രംഗത്തും ഇവിടെ ജാതി മത ഭേദമില്ലാതെ എല്ലാ ആളുകളും ഭരണകൂടത്തിന്റെ മുമ്പിൽ, നീതിപീഠത്തിന് മുമ്പിൽ തുല്യരാണ് എന്നുള്ള അടിസ്ഥാന സങ്കല്പത്തിലാണ് നമ്മുടെ ഭരണഘടന നിൽക്കുന്നത്. അപ്പോ അന്ന് ഇതിനുപയോഗിച്ചിരുന്ന ഒരു വാക്ക് ദേശീയത. അന്ന് പറഞ്ഞത് ഇപ്പോ നമ്മള് കേട്ടോ കരുതിയിരിക്കേണ്ടതാണ്. ബ്രിട്ടീഷുകാർ പോകുമ്പോ ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാക്കാൻ വേണ്ടിയാണ് 1910 ഹിന്ദു മഹാസഭ ഉണ്ടായത്. 15 കൊല്ലം കഴിഞ്ഞ് 1925 RSS ഉണ്ടായി. എന്തിനാണ്? ബ്രിട്ടീഷുകാർ പോകുമ്പോ ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാക്കാൻ വേണ്ടിയിട്ട്. ഹിന്ദു രാഷ്ട്രം എന്നുള്ളൊരു സങ്കല്പം വളരെ നേരത്തെ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. മതരാഷ്ട്രമാണത്. ആ കാലത്ത് പാകിസ്ഥാൻ എന്നൊരു ആശയമില്ല. പിന്നെ 5-6 കൊല്ലം കഴിഞ്ഞ് വരുമ്പോൾ അതിങ്ങനെ ഉണ്ടായി വന്ന് 1940 ആകുമ്പോഴേക്കും അത് വ്യക്തമായി. ലാഹോറിൽ മുസ്ലിം ലീഗിന്റെ സമ്മേളനത്തിൽ പിന്നീട് ചരിത്രം പാകിസ്ഥാൻ പ്രമേയം എന്ന് വിളിച്ച പ്രമേയം അവതരിപ്പിക്കുക ജിന്ന. അതിൽ പറഞ്ഞൊരു കാര്യം, ഹിന്ദുക്കളും മുസ്ലിങ്ങളും 2 സമൂഹങ്ങളാണ് എന്നതുപോലെ 2 രാഷ്ട്രങ്ങളുമാണ്. അതിനെയാണ് ദ്വിരാഷ്ട്രവാദം, 2 നേഷൻ തിയറി എന്ന് പറയാം. ഹിന്ദു മഹാസഭ RSS മുന്നോട്ട് വെച്ചത് മതദേശീയത എന്നല്ല. ലീഗ് പറഞ്ഞത് മതദേശീയത. എന്താണ്? റിലീജിയസ് നാഷണാലിസം. അവര് പറഞ്ഞത് ഇന്ത്യൻ കൾച്ചർ. തട്ടിപ്പാ. എന്താ കാരണം? ഹിന്ദു എന്ന് വിളിക്കാൻ ഒരു മതമല്ല. ഇന്ത്യയിൽ എവിടെയാ മതം? ഇന്ത്യയിൽ മതം ഉണ്ടാകുന്നത് ജൈനനോ ബുദ്ധനോ ഗുരുനാനാക്കോ ഒക്കെ വരുമ്പോഴാണ്. അതിന് മുമ്പ് എവിടെയാ മതം? ഇന്ത്യയിൽ ഉണ്ടായിരുന്ന 2 കാര്യമാണ്. ഒന്ന് തത്വചിന്ത ഉണ്ടായിരുന്നു, ഫിലോസഫി ഉണ്ടായിരുന്നു. അദ്വൈതം തുടങ്ങിയുള്ള ഒരുപാട് തത്വചിന്തകളുണ്ട്. പിന്നെ ജാതികളുണ്ട്. അല്ലാതെ മതം എന്നൊരു സാധനമില്ല. മതം എന്നൊരു സാധനം വരുന്നത് മഹാവീരനോ ബുദ്ധനോ പിന്നീട് ഗുരുനാനാക്കോ ഒക്കെ സംസാരിക്കുമ്പോഴാണ്. അപ്പോ ഈ ബൗദ്ധനും ജൈനനും ശിഖനും സിഖുകാരനും എല്ലാം ഇന്നും ഭരണഘടനയുടെ നിയമത്തിന്റെ കണ്ണിൽ ഹിന്ദു എന്നുള്ള വിഭാഗത്തിൽ വരും. പാർസികളോ ക്രിസ്ത്യാനികളോ മുസ്ലിങ്ങളോ യഹൂദന്മാരോ ഒക്കെയാണ് ഹിന്ദു അല്ലാത്തത് ഇന്ത്യയിൽ. അപ്പോ ഇവിടെയുള്ള ഒരു പ്രശ്നം, ഇവര് പറഞ്ഞ കൾച്ചറൽ നാഷണാലിസം തട്ടിപ്പാ. ഞങ്ങൾ ഹിന്ദുക്കളുടേതാണ് ഈ രാജ്യം എന്ന് പറഞ്ഞതിന്റെ ഭാരതീയത എന്ന് ഒരു സാംസ്കാരിക ദേശീയതയാണ് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത്. എന്താ കാരണം? ഇന്ത്യയിൽ പറഞ്ഞത് ഭാരതീയമായതൊക്കെ ശരിയാണ്, അതൊക്കെ അവിടെ ഇരിക്കട്ടെ. അപ്പൊ പുറത്തു വന്നാണ് എന്ത്? ജൂഡായിസം, യഹൂദമതം, ക്രിസ്തുമതം, ഇസ്ലാം മതം, പാർസി മതം ഒക്കെ വളരെ കുറച്ചേ ഉള്ളൂ. പിന്നെ കമ്മ്യൂണിസം, പിന്നെ സോഷ്യലിസം, ഈ ആശയങ്ങളൊക്കെ പുറത്തു വരുന്ന. എനിക്ക് അവരോട് ചോദിക്കാറുള്ളത്, ഡെമോക്രസി, ജനാധിപത്യം എന്നുള്ള ആശയം പുറമേ നിന്ന് വന്നതാണ്. ഇന്ത്യയിൽ എവിടെയാ ജനാധിപത്യം ഉണ്ടായിരുന്നത്? ദശരഥന്റെ മകനായതുകൊണ്ട് മൂത്ത മകൻ രാമൻ രാജാവാകും. അങ്ങനെയാണ് എല്ലാ നാട്ടിലും. ഇന്ത്യയിൽ 500ഓളം നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു. ആ നാട്ടുരാജ്യങ്ങളിലൊക്കെ രാജാവിന്റെ മകൻ രാജാവ്, അല്ലെ രാജാവിന്റെ മകള് രാജ്ഞി, അല്ലെ രാജ്ഞിയുടെ മകൻ രാജാവ്, അത്രയേ ഉള്ളൂ. അല്ലാതെ തെരഞ്ഞെടുപ്പ്, ജനാഭിലാഷം, ജനങ്ങളുടെ നിലപാട് എന്നൊരു ഏർപ്പാട് അതിൽ എവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോ ഒരു കാര്യമുണ്ട്, 41 ജമാഅത്തെ ഇസ്ലാമി എന്ന് വേറെ ഒരു സാധനം പിറവികൊള്ളുന്നുണ്ട്. അബുൽ കലാം മൗദൂദിയുടെ ഇസ്ലാമിക രാഷ്ട്രവാദം. അവരും പറയുന്നത് ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ആധുനികത്വവും യാതൊരു തരത്തിലുള്ള പരിഷ്കരണവും ആവശ്യമില്ല. 7-ാം നൂറ്റാണ്ടിൽ കണ്ടതാണ്, മുഹമ്മദ് നബിയുടെ കാലത്ത് കണ്ടതാണ് മാതൃകാ രാജ്യം. അവിടുത്തെ ഭരണം, ഞങ്ങളുടെ ഭരണഘടന ഖുർആനാണ്, ഞങ്ങളുടെ നായകൻ മുഹമ്മദ് നബിയാണ്, അതിലുള്ള നിയമങ്ങളാണ് നിയമങ്ങൾ എന്ന് പറയാൻ. അപ്പോ ആൾ എന്നോട് ചോദിക്കും, ഓ അതൊക്കെ കൊടുത്ത് പറയണം. എന്താ കാരണം? ഇവിടുത്തെ മഹാഭൂരിപക്ഷം 18 സംസ്ഥാനം ഭരിക്കുന്നത് RSSകാരോ RSS അനുകൂലികളോ ആണ്. എത്ര ചെറുതാണെങ്കിലും ഇതുപോലെ ആപത്തുള്ള ഒരു സങ്കല്പമാണ്, ഒരു ആശയമാണ്
ഇസ്ലാമിക രാഷ്ട്രവാദം എന്ന് നമ്മൾ ഉറപ്പിച്ചു പോണം. അല്ലെങ്കിൽ ആ ഇസ്ലാമിക രാഷ്ട്രവാദത്തിന്റെ പടർച്ച, അതിന്റെ പ്രത്യക്ഷീകരണം, അതിന്റെ ആവിഷ്കാരങ്ങൾ മറ്റതിനെ മൂപ്പിക്കും. അങ്ങനത്തെ അനുഭവങ്ങൾ നമുക്കുണ്ട്. അതുകൊണ്ട് കരുതിയിരിക്കണം. മതരാഷ്ട്രവാദം എവിടുന്ന് വന്നാലും അത് നമ്മുടെ മതനിരപേക്ഷതയുടെ ശത്രുവാണ്. അത് ഭൂരിപക്ഷ വർഗീയത, ന്യൂനപക്ഷ വർഗീയത എന്ന് വോട്ട് ബാങ്കിന് വേണ്ടി അതിനെ വകതിരിച്ച് മനസ്സിലാക്കുന്നത് ആത്മഹത്യാപരമാണ്. കേരളത്തിൽ അതിൻ്റെ അനുഭവങ്ങളുണ്ട്. ഞാൻ അതിലേക്ക് വരാം. അപ്പൊ ഞാനിതിന്റെ ചരിത്രമാണ് പറയുന്നത്. അന്ന് നമ്മളൊക്കെ ഒരു നാട്ടുകാരാണ്, നമ്മളൊക്കെ ഒരു ദേശീയതയുടെ പങ്കുകാരാണ് എന്ന ഒരു നിലപാടാണ് അബുൽ കലാം ആസാദ്, ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ, ഇപ്പൊ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇവിടെ നിങ്ങളുടെ അയൽക്കാരനാണ് മൊയ്തു മൗലവി, മുഹമ്മദ് അബ്ദുറഹിമാൻ തുടങ്ങിയുള്ള ആളുകൾ എടുത്തത്. അന്ന് ഹിന്ദുവായാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആണെങ്കിലും ശിഖനാണെങ്കിലും പാർസി ആണെങ്കിലും ഒക്കെ ഇന്ത്യക്കാരൻ ഒരു ദേശീയതയുടെ പങ്കുകാരനാണ്, അതിൻ്റെ അവകാശിയാണ്, അതിൻ്റെ അധികാരിയാണ് എന്ന് പറയുന്നതിനാണ് ദേശീയ ബോധം എന്ന് പറയാം. നാഷണാലിസം എന്ന് പറയുന്നത് അതാ. അന്ന് സെക്യുലറിസം എന്നുള്ള വാക്കിന് പകരം ഉപയോഗിച്ചിരുന്നത് നാഷണാലിസം എന്നാണ്. അതുകൊണ്ടാണ് അബുൽ കലാം ആസാദിനെ പറ്റി നാഷണൽ മുസ്ലിം എന്ന് അന്ന് വിളിച്ചത്. സെക്യുലർ എന്നുള്ള പദം നമ്മുടെ ഭരണഘടനയിൽ എഴുതി ചേർക്കുന്നത് ഇന്ദിരാഗാന്ധിയാണ്. അടിയന്തരാവസ്ഥ കാലത്ത് 1976 അതിലുണ്ടായിരുന്നില്ല. അത് നന്നായി. അടിയന്തരാവസ്ഥ കാലത്ത് നടന്ന നല്ല കാര്യങ്ങളിൽ ഒന്നതാണ്. നല്ല കാര്യങ്ങൾ 99 ചീത്ത കാര്യമാണ്. ഇതുപോലെ വളരെ ചെറിയ കാര്യങ്ങളാണ്. സമയത്ത് വണ്ടി ഓടി തുടങ്ങിയുള്ള കാര്യങ്ങളാണ് ഞാൻ വേറെ പറയുന്നത്. സെക്യുലർ എന്നും സോഷ്യലിസ്റ്റ് എന്നും ആ ഭരണഘടനയുടെ ആദ്യത്തെ വാക്യത്തിൽ അതിൻ്റെ പേരായിട്ട് തന്നെ ഇന്ദിരാഗാന്ധി എഴുതി ചേർത്തു. അപ്പൊ നമ്മൾ ഇന്ന് ആലോചിക്കാം, ഈ രാജ്യം 47 1900 ഉണ്ടായില്ല, എത്രയോ നൂറ്റാണ്ട് പഴക്കമുള്ള ഒരു മഹാസംസ്കാരം, ജാതിക്ക് തന്നെ 3000 കൊല്ലത്തെ പഴക്കം, അനവധി നൂറ്റാണ്ടുകളുടെ ചരിത്രം. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടുത്തെ പണി ഓരോ മതക്കാരനെയും അവൻ്റെ മതഗ്രന്ഥം, അവൻ്റെ വേദഗ്രന്ഥം, അവൻ്റെ പാരമ്പര്യം എന്ത് ശിക്ഷ കൊടുക്കാൻ കൽപ്പിക്കുന്നു ആ ശിക്ഷ കൊടുക്കുകയാണ്. ഉദാഹരണം പറഞ്ഞാൽ, കോടതിയിൽ ഒരാൾ വന്നാൽ മുസ്ലിം ആണെങ്കിൽ ഖുർആൻ നോക്കിയിട്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ വ്യാഖ്യാനം നോക്കിയിട്ടാണ് അയാൾ ശിക്ഷിക്കുക. ഒരു പാർസി വന്നാൽ അവരുടെ പുസ്തകം, ഒരു ഹിന്ദു വന്നാൽ അവരുടെ പുസ്തകം. ഇപ്പൊ ഹിന്ദുക്കളാണെങ്കിൽ മനുസ്മൃതിയാണ് അതിന്റെ പ്രമാണം. മനുസ്മൃതി എന്ന് പറഞ്ഞാൽ എന്താ ചരക്ക് ഞാൻ പറയാം. ഒറ്റക്കാര്യം, എന്ത് കുറ്റം ചെയ്താലും ബ്രാഹ്മണന് വധശിക്ഷ കൊടുക്കാൻ പാടില്ല എന്ന് അതിനകത്തുണ്ട്. അതിന് ന്യായം പറഞ്ഞത് ലോകത്തിലെ ഏറ്റവും വലിയ പാപം ബ്രാഹ്മണ ഹത്യയാണെന്നാ. കഴിഞ്ഞല്ലോ. അതിൽ ആർക്കും രക്ഷയില്ല, ഒരു സ്ത്രീക്കും രക്ഷയില്ല. ബ്രാഹ്മണ കുലത്തിലോ ക്ഷത്രിയ കുലത്തിലോ പറഞ്ഞാൽ പോലും സ്ത്രീക്ക് രക്ഷയില്ല. അതിലാകെ രക്ഷയുള്ളത് ബ്രാഹ്മണ പുരുഷനും പശുവിനുമാണ്. ഞാൻ സമാധാനം വിചാരിച്ചു, ഭാഗ്യത്തിന് പശു പെണ്ണാണ്, ബാക്കി പുരുഷൻ. ബ്രിട്ടീഷുകാർ 1757 പ്ലാസി യുദ്ധം ജയിച്ച് ഇവിടെ കാലുറപ്പിക്കുന്നു. 190 കൊല്ലം അവർ ഭരിക്കും. അല് ഈ സഭ ഓർത്തിരിക്കണം, അന്ന് 1860 കേട്ടോ, 1860 അവരൊരു നിയമം കൊണ്ടുവരും. എന്താ അത്? ഇന്ത്യൻ പീനൽ കോഡ് എന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞു, ശിക്ഷാ നിയമത്തിന്റെ മുമ്പിൽ ഇന്ത്യയിലെ എല്ലാ പൗരന്മാരും തുല്യരാണ്. അവരേത് മതത്തിൽ വിശ്വസിച്ചാലും ഏത് ജാതിയിൽ പിറന്നാലും ആണായാലും പെണ്ണായാലും എന്ന്. ഈ ക്രിമിനൽ ശിക്ഷാ നിയമത്തിന് മുമ്പിൽ തുല്യതയാണ് എൻ്റെ കണക്കിന് നമ്മുടെ മതനിരപേക്ഷതയുടെ, മതേതരത്വത്തിൻ്റെ, സെക്കുലർ സൊസൈറ്റിയുടെ അടിസ്ഥാനം. ഉദാഹരണം പറഞ്ഞാൽ, കട്ടവന്റെ കൈ വെട്ടണം എന്ന് ഖുർആനിലുണ്ട്.
ഖണ്ഡിതമായ വിധിയുണ്ട് ഖുർആനിൽ. നിങ്ങളൊരു മുസ്ലിമാണ്, അതുകൊണ്ട് നിങ്ങളെ കളവ് തെളിഞ്ഞാൽ നിങ്ങളുടെ കൈ വെട്ടും എന്ന് 1860 തൊട്ട് ഇന്ത്യയിൽ ആരും പറയില്ല. നമ്മുടെ സ്വാതന്ത്ര്യം വരുന്നതിനെയും 19 കൊല്ലം മുമ്പാണ് എന്ന് ദയവായി ഓർത്തിരിക്കുക. അതാണ് നമ്മുടെ മതേതരത്വത്തിന്റെ ശരിയായ അടിത്തറ. നിങ്ങൾ ഏത് മതവും വിശ്വസിക്കും, നിങ്ങൾ ഏത് ജാത്യാചാരവും കൊണ്ട് നടക്കുക, ഏത് ഭാഷ സംസാരിക്കുക, ഏത് ഈശ്വരനെ ഏത് ഭാഷയിൽ വിളിക്കുക, അതൊന്നും നിങ്ങൾ ചെയ്യുന്ന ക്രിമിനൽ കുറ്റങ്ങളുടെ കാര്യത്തിൽ ബാധകമല്ല. ഇവിടെ ഞങ്ങൾക്കൊരു നിയമമുണ്ട്, ആ നിയമം അനുസരിച്ച് നിങ്ങൾ ശിക്ഷിക്കും. കട്ടവനെ ഒന്നുകിൽ തടവിന് വിധിക്കും, അല്ലെങ്കിൽ പിഴ കൊടുക്കാൻ വിധിക്കും, അല്ലെങ്കിൽ രണ്ടും കൂടി വിധിക്കും. അത് കഴിഞ്ഞു. അന്ന് അതിൽ പറഞ്ഞു, സിവിൽ കാര്യങ്ങളിൽ നിങ്ങളുടെ ജാത്യാചാരമോ മതാചാരമോ പിന്തുടരാൻ അവകാശമുണ്ട്. 47 സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോ അന്ന് വളരെ ദൂരക്കാഴ്ചയുള്ള വളരെ മതനിരപേക്ഷനായ ഒരു പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു, അങ്ങനെ ഒരു നിയമമന്ത്രി ഡോക്ടർ BR അംബേദ്കർ, അവർ വളരെ ശ്രമിച്ചിട്ടാണ് ഒരു ഹിന്ദു കോഡ് ബില്ല് എന്ന് പറഞ്ഞിട്ട് ഹിന്ദുക്കളെയെങ്കിലും സിവിൽ കാര്യങ്ങളിലും കൂടി എങ്ങനെയാണ് അവരെ മതേതരവൽക്കരിക്കുക, സെക്കുലറൈസ് ചെയ്യുക എന്ന ഒരു പണിയാണ് അംബേദ്കറും നെഹ്റുവും കൂടി എടുത്തത്. അംബേദ്കർ നിയമമന്ത്രിയാണ്, നെഹ്റു പ്രധാനമന്ത്രിയാണ്. ആ ബില്ല് പാസ്സാവുന്നതിനെ കോൺഗ്രസ്സുകാർ എതിർത്തു, വലിയ ശതമാനം. മിക്ക പ്രധാനപ്പെട്ട നേതാക്കന്മാർ, ഒന്നും വേണ്ട, അന്ന് രാഷ്ട്രപതി ആയിരുന്ന ബാബു രാജേന്ദ്ര പ്രസാദ് അതിനെ എതിർത്തു. അദ്ദേഹം വളരെ യാഥാസ്ഥികനായിരുന്ന ഒരാളാണ്. അപ്പൊ എന്താ സംഗതി? അതൊരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. വിധവാ വിവാഹത്തിന് വിലക്കുണ്ട് ഹിന്ദു സമൂഹത്തിൽ. ശൈശവ വിവാഹം അവരുടെ നടപ്പാണ്. ശൈശവ വിവാഹം എന്നുള്ളതായിരുന്നു ഇന്ത്യൻ സമൂഹം നേരിട്ട ഏറ്റവും വലിയ കൊടിയ പാപങ്ങളിലൊന്ന്. കുട്ടികൾ എത്ര വയസ്സിലേക്ക് കെട്ടിക്കാന്നറിയോ? 4 വയസ്സ്, 5 വയസ്സ്, 6 വയസ്സാകുമ്പോഴേക്ക് കെട്ടിക്കാം. എന്താ കാര്യം? കാര്യം വളരെ ലളിതമാണ്. പെണ്ണുങ്ങൾക്ക് ഒരു പണിയുള്ളൂ. എന്താ അത്? മക്കളെ പ്രസവിക്കുക. പിന്നെ ബാക്കിയുള്ള സമയത്ത് നിലം തുടയ്ക്കുകയോ കഞ്ഞി വയ്ക്കുകയോ കന്നിനെ കുളിപ്പിക്കുകയോ നമ്മുടെ അടിവസം തിരുമ്പോ ഒക്കെ ചെയ്യാം. പെണ്ണുങ്ങൾക്ക് വേറെ ഒരു ജീവിതമില്ല. പെണ്ണുങ്ങൾ ഇങ്ങനെ അല്ല എന്ന് ഇന്ത്യക്കാരോട് ആദ്യം പറഞ്ഞ ഗാന്ധിയാ. കസ്തൂർബയ്ക്ക് തന്റെ ഉടുപ്പ് തിരുമ്പാനും നിലം തുടയ്ക്കാനും കഞ്ഞി വെക്കാനും നേരമുള്ള കൂട്ടത്തിൽ എന്റെ കൂടെ സമരം ചെയ്യാനും ജയിലിൽ പോകാനും പ്രസംഗിക്കാനും അവൾക്ക് സാധിക്കും എന്ന് ഗാന്ധി പറയും. ഗാന്ധിയാണ് പറഞ്ഞു കേട്ടോ. നാൽപ്പതുകളുടെ തുടക്കത്തിൽ ഗാന്ധി പറയാണ്, ഇന്ത്യയിലെ ഏത് നഗരത്തിലും ഏത് ഗ്രാമത്തിലും ഏത് നേരത്തും ഏത് സ്ത്രീക്കും ഒറ്റയ്ക്ക് നടന്നു പോകാവുന്ന ഒരവസരമുണ്ടെങ്കിൽ മാത്രമേ ഇന്ത്യ സ്വതന്ത്രമായി എന്ന് ഞാൻ പറയുകയുള്ളൂ. എങ്ങനെ? ഇന്ത്യയിലെ ഏത് നഗരത്തിലും ഏത് ഗ്രാമത്തിലും ഏത് നേരത്തും ഏത് സ്ത്രീക്കും ഒറ്റയ്ക്ക് നടന്നു പോകാവുന്ന ഒരു സ്ഥിതി ഉണ്ടെങ്കിൽ മാത്രമേ ഇന്ത്യ സ്വതന്ത്രമായി എന്ന് ഞാൻ പറയുകയുള്ളൂ. ഇനി നിങ്ങൾ ആലോചിക്കും. കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പബ്ലിക് ഡേ ആഘോഷിച്ചു. ഒന്നും വേണ്ട, ഈ ഗുരുവായൂരില് പകല് വലിയ കുഴപ്പമുണ്ടാവില്ല. സൂര്യൻ അസ്തമിച്ചിട്ട് കേരളത്തിലെ ഏതെങ്കിലും ഒരു നഗരത്തിലോ ഗ്രാമത്തിലോ ഒരു പെണ്ണ് ഒറ്റയ്ക്ക് പോവോ? നമ്മുടെ മോഡറേറ്ററോട് ഇരിക്കുന്നു. ആലോചിച്ച് നോക്കൂ. അതായത് സ്ത്രീ എന്ന് പറയുന്നത് എവിടെയാണ്? കല്യാണത്തിന്റെ കാര്യത്തിൽ, മറ്റെന്ത് കാര്യത്തിലോ, പ്രേമത്തിന്റെ കാര്യത്തിലോ, ജോലിയുടെ കാര്യത്തിലോ, രാഷ്ട്രീയത്തിന്റെ കാര്യത്തിലോ, ഞാൻ ആവർത്തിക്കുകയാണ്, കേരം തിങ്ങും കേരള നാട്ടിൽ KR ഗൗരി ഭരിച്ചിടും എന്നുള്ള മുദ്രാവാക്യം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അന്ന് ആ മുദ്രാവാക്യം വിളിച്ച ഇടതുപക്ഷക്കാര് അധികാരത്തിൽ വന്നു, ഗൗരിയമ്മ മുഖ്യമന്ത്രിയാവും എന്ന് എന്നെ പോലെ എത്രയോ ആൾ ഈ നാട്ടിൽ വിചാരിച്ചു. അന്ന് മുഖ്യമന്ത്രി ആയത് നായനാരാണ്. നായനാർ 4 വട്ടം മുഖ്യമന്ത്രിയായി. ഗൗരിയമ്മ ഒരിക്കലും മുഖ്യമന്ത്രി ആയില്ല. ഏത് ഗൗരിയമ്മ? 57 മിനിസ്ട്രിയിൽ
ഇവിടുത്തെ കേരളത്തിന്റെ രാഷ്ട്രീയ, സാംസ്കാരിക, സാമ്പത്തിക ചരിത്രം മുഴുവൻ ഇളക്കി മറിച്ച ഭൂപരിഷ്കരണ ബില്ല് കൊണ്ടുവന്ന ഗൗരിയമ്മയെ പറ്റി പറയുന്നു. അവരിന്നെന്ത് പാർട്ടിയാണ്, നിങ്ങൾ അവരെ പറ്റി എന്ത് വിചാരിക്കുന്നു എന്നുള്ളത് ചരിത്രത്തിന്റെ വിഷയമല്ല, എന്റെയും വിഷയമല്ല. നമ്മൾ ആളുകളെ കാണുമ്പോൾ ഞാനൊരു ചെറിയ കാര്യം ചോദിക്കുന്നത്, അതായത് സ്ത്രീയെ നമ്മൾ എങ്ങനെ കാണുന്നു? എന്താ കാരണം? ഈ കാഴ്ചയൊക്കെ മതങ്ങളിൽ നിന്ന് കിട്ടിയാണെന്നേ, ജാതി ആചാരങ്ങളിൽ നിന്ന് കിട്ടിയതാണ് ഇതൊക്കെ. ആ സാധനത്തിന്റെ ഭാരം, അതിന്റെ ദുർവഹമായ ഭാരം ഭേസിയിട്ടാണ് നമ്മുടെ ജനാധിപത്യം മുന്നേറുന്നത്. അപ്പൊ നമ്മൾ മതനിരപേക്ഷമാണ് എന്ന് പറയണമെങ്കിൽ നമ്മൾ നേരിടുന്ന പ്രതിസന്ധികളിൽ പ്രധാനപ്പെട്ട ഒന്ന് എന്താണ്? സ്ത്രീ പുരുഷ സമത്വം. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ആ കൂട്ടത്തിൽ ട്രാൻസ്ജെൻഡറുകളുടെ കാര്യം കൂടി നമ്മൾ പരിഗണിക്കണം. അപ്പൊ ഒരു ചോദ്യമുണ്ട്, അതൊക്കെ ചെറിയ ചില കാര്യങ്ങളല്ലേ? അല്ല, ഞാൻ പറയാം. നിങ്ങൾക്കറിയോ, ഇന്ത്യയിൽ 125 കോടി ജനങ്ങളുണ്ട്. അതിൽ 60 ലക്ഷം പേര് ട്രാൻസ്ജെൻഡറുകളാണ്. 60 ലക്ഷം. എന്തുകൊണ്ടാണ് മലയാളികൾ അറിയാത്തതെന്നറിയോ? കേരളത്തിൽ ഏതെങ്കിലും ഒരു വീട്ടിൽ അങ്ങനെ നിർഭാഗ്യവശാൽ ഒരാൾ അങ്ങനെ പറഞ്ഞാൽ അയാൾക്ക് ഒളിച്ചു പോവല്ലാതെ, അവൾക്ക് ഒളിച്ചു പോവല്ലാതെ ഒരു വഴിയില്ല. ബാംഗ്ലൂരിലേക്കോ മദ്രാസിലേക്കോ കൽക്കട്ടയിലേക്കോ ബോംബെയിലേക്കോ ഒളിച്ചുപോയി തൻ്റെ ദുർവിധി പേറുന്ന സമാന മനസ്കരായ ആളുകളുടെ കൂടെയാണ് മലയാളികൾ ചെയ്തത്. ഒരു മലയാളി ഹിജറയുടെ ആത്മകഥ എന്നൊരു പുസ്തകം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു പുസ്തകമേ ഉള്ളൂ. എത്രയോ മലയാളി കുടുംബങ്ങളിൽ ഇങ്ങനെ ഈ പെറ്റുവീഴുന്ന ഈ മനുഷ്യജീവിയും നമ്മളെപ്പോലുള്ള ഒരാളാണ് എന്ന് വിചാരിക്കാനുള്ള ജനാധിപത്യ ബോധം, അങ്ങനെ വിചാരിക്കാനുള്ള മതേതര ബോധം നമുക്കുണ്ടായിട്ടില്ല. നമ്മുടെ മതേതര ബോധത്തിന് ആ അളവിലുള്ള ഒരു വളർച്ചയില്ല. ഇതിലെന്താ മതം എന്നൊരു ചോദ്യമുണ്ട് ഇല്ലേ? ഞാൻ പറയാം. ട്രാൻസ്ജെൻഡറുകളുടെ കാര്യത്തിൽ എന്താ മതം ഞാൻ പറയാം. നമ്മുടെ ഭാഷയിൽ ആണിനെ പ്രേമിക്കുന്നതിനെയും ആണുമായിട്ട് വേഴ്ച നടത്തുന്നതിനെയും പെണ്ണിനെ പ്രേമിക്കുന്നതിനെയും പെണ്ണുമായിട്ട് വേഴ്ച നടത്തുന്നതിനൊക്കെ ഉപയോഗിക്കുന്ന വാക്ക് പ്രകൃതി വിരുദ്ധം എന്നാണ്. കാരണം നമ്മുടെ ധാരണ അത് പ്രകൃതി വിരുദ്ധമാണെന്നാ. ഇന്ന് ശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട്. എന്ത്? ഈ ആളുകൾക്ക് ഇത് പ്രകൃതിയാണ്, അവരുടെ ശരീരത്തിന്റെയും തലച്ചോറിന്റെയും ഹോർമോണുകളുടെയും പ്രത്യേകത കൊണ്ട് അവർക്ക് അങ്ങനെ തോന്നുന്നതാണ്. കണ്ടോ? അപ്പോ ഒരു കൊല്ലം മുമ്പ് 377 എന്നുള്ള വകുപ്പ് സുപ്രീം കോടതി റദ്ദ് ചെയ്തു. എന്താ 377 വകുപ്പ്? ഈ സ്വർഗരതി ക്രിമിനൽ കുറ്റമാണെന്നാ അത് റദ്ദ് ചെയ്തു. അപ്പൊ നിങ്ങൾ അവിടെ ഒളിഞ്ഞു നോക്കാനും പോലീസിനെ കൂട്ടിക്കൊണ്ടുവരാനും പോലീസ് അവരെ പിടിച്ച് കോടതി ഹാജരാക്കാനൊന്നും പോണ്ട. അത് അവരങ്ങനെയാണ്. എല്ലാവരും സ്വർഗരതിക്കാരുടെ ആയിക്കോളണം നല്ല കോടതി പറഞ്ഞത്. ഈ നാട്ടിലെ എല്ലാ പെണ്ണുങ്ങളും ശബരിമലയിൽ പോകണം നല്ല കോടതി പറഞ്ഞത്. കോടതി പറഞ്ഞത് ശബരിമലയിൽ പോകണം എന്ന് വിചാരിക്കുന്ന ഒരു സ്ത്രീ അവരൊരു പ്രത്യേക പ്രായക്കാരിയാണ് എന്നതിൻ്റെ പേരിൽ അവരെ തടഞ്ഞുകൂടാന്ന. കാരണം അത് നമ്മൾ പറയുന്ന ലിംഗസമത്വത്തിനെതിരാണ്. അത്രേ ഉള്ളൂ. നിങ്ങൾ പോണ്ട അതിൽ സമരത്തിന്റെ പ്രശ്നമില്ലല്ലോ. പോണ്ട ആൾ പോയിക്കോട്ടെ, പോണ്ടാത്ത ആൾ പോണ്ട. അതുപോലെ 377 വകുപ്പ് അനുസരിച്ച് ഇതൊക്കെ നിയമവിരുദ്ധമാണ് എന്ന് പറഞ്ഞാൽ ഇതിന് പോലീസ് പിടിക്കാം, തല്ലാം, കൊല്ലാം, ഒരുപാട്. ഇപ്പോ ഇവിടുത്തെ സദാചാര പോലീസ് എപ്പോഴും അങ്ങനെയൊക്കെ ചെയ്യും. ഞാൻ പറയുന്നത് മതക്കാരോട് നമുക്ക് ചോദിക്കേണ്ടി വരും, നിങ്ങളുടെ മതാചാരം, മതാനുഷ്ഠാനം, ജാതി ആചാരം അനുസരിച്ച് ഈ കല്യാണം എങ്ങനെ നടത്തും? ഈ കല്യാണത്തെ നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റും? നിങ്ങൾ അംഗീകരിക്കണ്ട. നിങ്ങൾ അവരെ ഉപദ്രവിക്കരുത്. ഇതിനേ ഉള്ളൂ. അതായത് നിങ്ങളുടെ വേദഗ്രന്ഥങ്ങൾ, നിങ്ങളുടെ പ്രവാചക വചനങ്ങൾ, നിങ്ങളുടെ അവതാര കഥകൾ അവരെ അറിയുന്നില്ല. ഞാൻ രാമായണത്തിലെ കഥ പറയാം. രാമൻ, ഇത് ഇന്ത്യ മുഴുവൻ ആവർത്തിക്കേണ്ട ഒരു കഥയാണ്. ഇന്ന് ലെസ്ബിയൻ, ഗേ, ബൈസെക്ഷൽ, ട്രാൻസ്ജെൻഡർ, LGBT. ലെസ്ബിയൻ എന്ന് പറഞ്ഞാൽ സ്വർഗരതിയിൽ ഏർപ്പെടുന്ന സ്ത്രീകളുടെ കൂട്ടം, ഗേ എന്ന് പറഞ്ഞാൽ സ്വർഗരതിയിൽ ഏർപ്പെടുന്ന പുരുഷന്മാർ, ബൈസെക്ഷൽ എന്ന് പറഞ്ഞാൽ 2 സെക്ഷുവാലിറ്റി ഉള്ളവർ, ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ആണും പെണ്ണും തിരിയാതായി പോകുന്ന ആളുകൾ. ഇവരെയാണ് ലൈംഗിക ന്യൂനപക്ഷം എന്ന് പറയുന്നത്.
മതന്യൂനപക്ഷങ്ങളുടെ, ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ, വംശീയ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെ പറ്റി സംസാരിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ ഒരിക്കലും പണ്ട് പറഞ്ഞിരുന്നില്ല ലൈംഗിക ന്യൂനപക്ഷങ്ങളെ പറ്റി. ഇവരാണ് ലൈംഗിക ന്യൂനപക്ഷം എന്ന് പറയുന്നത്. അപ്പോ ഞാൻ പറയാൻ വന്ന പഴയ കഥ, രാമൻ വാനര സൈന്യത്തിന്റെ, കിഷ്കിന്ധ രാജ്യത്തെ വാനര സൈന്യത്തിന്റെ സഹായത്തോടുകൂടി സേതു ബന്ധിച്ച് ലങ്കയിൽ ചെന്ന് രാവണനെ കൊന്ന് സീതയെ വീണ്ടെടുത്ത് രാവണ സഹോദരനായ വിഭീഷണനെ അവിടെ വാഴിച്ച് തിരിച്ചു പോരാ. ലക്ഷ്മണകുമാരനുണ്ട് കൂടെ, സീതയുണ്ട് കൂടെ. വരുമ്പോ അങ്ങോട്ട് പോയ വനാതിർത്തിയിലൂടെ വരുമ്പോ അവിടെ കുറെ ആളുകൾ നിൽക്കുന്നു, വളരെ ക്ഷീണിതരായിട്ട്, അവശരായിട്ട്, ജീർണ വസ്ത്രധാരികളായിട്ട്, അങ്ങേയറ്റം അവശന്മാരായിട്ട്. അപ്പൊ രാമൻ ചോദിച്ചു, ആരാ നിങ്ങളൊക്കെ, എന്താ അവിടെ നിൽക്കുന്നത്? പറഞ്ഞു, ഞങ്ങളൊക്കെ അങ്ങേ യാത്രയാക്കാൻ വന്നിരുന്ന ആൾക്കാരാണ്. അയ്യോ, 14 കൊല്ലമായിട്ട് ഇവിടെ നിൽക്കുകയാണോ? അതെ. എന്താ അത്, എന്താ അങ്ങനെ നിന്നത്? ഞാൻ നിങ്ങളോടൊക്കെ തിരിച്ചു പോകാൻ പറഞ്ഞിരുന്നല്ലോ, എല്ലാവരും തിരിച്ചു പോയില്ലോ, നിങ്ങൾ തിരിച്ചു പോയില്ല. അപ്പൊ അവര് പറഞ്ഞു, അങ്ങ് പറഞ്ഞത് എല്ലാവരും തിരിച്ചു പോകണമെന്നല്ല, എല്ലാ സ്ത്രീ പുരുഷന്മാരും തിരിച്ചു പോയിക്കോളൂ എന്നാ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ എന്താ പോഞ്ഞത്? ഞങ്ങള് സ്ത്രീയുമല്ല പുരുഷനുമല്ല, സ്ത്രീയും പുരുഷനുമല്ലാത്ത ഒരു മനുഷ്യജീവിയുണ്ട് എന്ന് നമ്മുടെ ദൈവത്തിന്, നമ്മുടെ അവതാരത്തിന് തിരിഞ്ഞില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വാക്കുണ്ടായില്ല. ഇന്ന് നമ്മുടെ ഭാഷയിൽ അവർക്ക് സ്ഥാനമല്ല, നമുക്ക് വാക്കില്ല. എന്തുകൊണ്ടാ വാക്കില്ലാത്ത? നമ്മളങ്ങനെ ആളെ കണ്ടിട്ടില്ല, നമുക്കങ്ങനെ സങ്കല്പമില്ല. രാമൻ വളരെ വിഷമിച്ചിട്ട് പറഞ്ഞത്, ഏത് മംഗളകർമ്മത്തിൽ ചെന്ന് നിങ്ങൾ അനുഗ്രഹിച്ചാലും അതുപോലെ സംഭവിക്കട്ടെ, ഏത് അമംഗളം നടക്കുമ്പോഴും നിങ്ങൾ ശപിച്ചാൽ അതുപോലെ സംഭവിക്കട്ടെ എന്ന് അനുഗ്രഹിച്ചു പോച്ചു. രാമായണത്തിന്റെ കാലം കഴിഞ്ഞിട്ട് കൊല്ലത്രയായി, പല തർക്കങ്ങളുണ്ട്. എത്ര ആയിരം കൊല്ലായിക്കോട്ടെ, 500 കൊല്ലായിക്കോട്ടെ, ഇന്നും നമ്മുടെ ഭാഷയിൽ, നമ്മുടെ സംഭാഷണത്തിൽ, നമ്മുടെ പ്രസംഗത്തിൽ, നമ്മുടെ ആലോചനയിൽ അവർക്ക് ഇടമുണ്ടോ? ആദിവാസികൾക്കിടമുണ്ടോ? ദളിതുകൾക്കിടമുണ്ടോ? കാരണം ഇത് മുഴുവൻ നമ്മൾ ചെയ്യുന്ന എല്ലാ തെറ്റുകളും, എല്ലാ അന്യായങ്ങളും, എല്ലാ അക്രമങ്ങളും മതത്തിന്റെ പേരിൽ. ജാതി എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോ ഞാൻ ചെറിയ ഉദാഹരണം പറയാം. ഇപ്പൊ ഗാന്ധി ഗുരുവായൂർ സത്യാഗ്രഹം എന്നാണ് എനിക്ക് വായിൽ വരിക. ഗുരുവായൂർ കേൾക്കുമ്പോൾ സത്യാഗ്രഹം എന്ന് വരും. സമത്വത്തിന് വേണ്ടി നടന്ന അഖിലേന്ത്യാ ശ്രദ്ധ പിടിച്ചു പറ്റിയ പ്രധാനപ്പെട്ട സമരങ്ങളിലൊന്നാണ് ഗുരുവായൂർ സത്യാഗ്രഹം. 1931. 1924 വൈക്കം സത്യാഗ്രഹം. എന്താണ്? ഒന്നുമില്ല, അമ്പലത്തിന്റെ മുമ്പിലൂടെ പശുവിനും കാളയ്ക്കും നായയ്ക്കും പോവാം, പന്നിക്കും കോഴിക്കും പോവാം, അയിത്തജാതിക്കാരെന്ന് വിളിക്കപ്പെട്ടവർക്ക് അതിൽ നടന്നുകൂടാന്ന്. അപ്പോ 1925 മാർച്ച് 8-ാം തീയതി ഗാന്ധി വരുന്നു. അവിടുത്തെ ക്ഷേത്രത്തിന്റെ തന്ത്രി ഇണ്ടംതുരുത്തി മനയ്ക്കൽ നമ്പൂരിപ്പാടിനെ കാണുന്നു. വലിയ തമാശ. എന്താ? ഇണ്ടംതുരുത്തി മനയിൽ ഈ ഗാന്ധിയെ കയറ്റാൻ പറ്റില്ല, അത് ഗാന്ധിയായിട്ട് കാര്യമില്ല. എന്താ? അത് വൈശ്യനാ, കണ്ടോ? മഹാത്മാഗാന്ധിയായി വന്നത്. അപ്പൊ അദ്ദേഹം വരുന്ന പറയുമ്പോ അവരുടെ വീടിന്റെ മുമ്പിൽ ഒരു മണ്ഡപം ഉണ്ടാക്കി. ഗാന്ധിയെ ബഹുമാനിക്കാനാണ് വെച്ചുള്ളത്, ഗാന്ധിക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട്. എന്താ കാരണം? അങ്ങോട്ട് കയറ്റാൻ പറ്റില്ല. അപ്പൊ ആ മണ്ഡപത്തിലിരുന്ന് ഗാന്ധി ഇണ്ടംതുരുത്തി മനയ്ക്കലെ നമ്പൂരിപ്പാട് ചോദിക്കുന്നു. അദ്ദേഹം ചോദിച്ചതാണ്, എല്ലാ മതക്കാർക്കും അതിലെ നടക്കാം, മേൽജാതി എന്ന് വിളിക്കുന്ന കൂട്ടർക്ക് അതിലെ നടക്കാം, മൃഗങ്ങൾക്കും പറവകൾക്കും നടക്കാം, എന്തുകൊണ്ടാണ് അങ്ങ് ഈ അയിത്തജാതിക്കാർ എന്ന് വിളിക്കപ്പെട്ടവരെ നടക്കാൻ അനുവദിക്കാത്തത്? അപ്പൊ അദ്ദേഹം പറഞ്ഞ മറുപടി, മഹാത്മജി, എൻ്റെ മതവിശ്വാസത്തെ ലംഘിക്കാൻ അങ്ങ് എന്നോട് ആവശ്യപ്പെടരുതെന്ന്. വലിയ തമാശ. ആ ഇണ്ടംതുരുത്തി മന ഇപ്പോ കോട്ടയത്തെ ചെത്തുതൊഴിലാളി യൂണിയന്റെ ഓഫീസാണ്, AITC-യുടെ. അവിടെ ചുവന്ന കൊടിയൊക്കെ ഉണ്ട്. ഞാൻ ആലോചിച്ച്, ഗാന്ധിക്ക് കയറാൻ പറ്റാത്ത, ഗാന്ധിയെ പ്രവേശിപ്പിക്കാത്ത ഒരു മന കാലം കൊണ്ട് എന്തായി തീർന്നു? പോട്ടെ. അപ്പോ സമത്വം എന്നുള്ള ഒരു ആദർശത്തിന് വേണ്ടി നടന്ന സമരം, അതിന്റെ മുന്നോടിയാണ്. അപ്പോ ഇങ്ങനെ സമത്വത്തിന് വേണ്ടിയുള്ള എല്ലാ സമരങ്ങളും ആണ് നമ്മുടെ മതനിരപേക്ഷതയുടെ യാത്രകൾ എന്ന് പറയുന്നത്. ബുദ്ധന്റെ സമരം
2500 കൊല്ലം മുമ്പാ. ജാതിക്കെതിരാണ്. അപ്പോ ലിംഗനീതി എന്നൊരു കാര്യം നമുക്ക് മനസ്സിലാവും. മനുസ്മൃതിയില് മ്ലേച്ഛന് ഞാൻ കണ്ട ഒരു നിർവചനം ഗോമാംസം കഴിക്കുന്നവൻ മ്ലേച്ഛനാണെന്നാ. നിങ്ങൾ എന്ത് കഴിക്കുന്നോ അതായി തീരും എന്നൊരു അബദ്ധം ഗാന്ധി പോലും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ദയവായി ഓർത്തിരിക്കുക. ഗാന്ധിയെ വെടിവെച്ചു കൊന്ന നഥുറാം ഗോഡ്സെ മറാഠി ബ്രാഹ്മണ. അദ്ദേഹം സസ്യഭുക്ക, ഇറച്ചിമീനും ഒന്നും കഴിക്കുന്ന ആളല്ല കേട്ടോ. ഹിറ്റ്ലർ 64 ലക്ഷം യഹൂദന്മാരെ ഗ്യാസ് ചേമ്പറിട്ട് കൊന്ന ചരിത്രത്തിലെ കുപ്രസിദ്ധനായ കൊലയാളി ഹിറ്റ്ലർ വെജിറ്റേറിയനാണ്. അപ്പൊ ഇതൊക്കെ ചുമ്മാ പറയുന്ന നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം പോലെ ആയിത്തീരും നിങ്ങൾ. അങ്ങനെയാണെങ്കിൽ വേറെ ആരെ കൊന്നാലും ഗാന്ധിയെ കൊല്ലാൻ ആർക്ക് തോന്നൂല. കുഞ്ഞിനോട് പറയുന്നുണ്ട്, ചേരയെ കൊന്നു കോരൻ, ഗാന്ധിയെ കൊന്നു ഗോഡ്സെ. ആർക്കൊരു ഉത്തരവുള്ള ആളല്ല. അപ്പോ ഞാൻ പറയുന്നത് സമത്വത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടിയുള്ള എല്ലാ സമരങ്ങളും നമ്മളെ മതനിരപേക്ഷമാക്കുന്ന സാധനങ്ങളാണ് എന്നൊരു മിനിറ്റ് ആലോചിച്ചറിയാം. അപ്പൊ എന്നോട് പലരും ചോദിക്കാറുണ്ട്, എന്തിനാ മാഷ് ഇങ്ങനെ ഈ മതക്കാരൊക്കെ വിമർശിക്കുന്നത്? എന്ത് കാര്യമുണ്ട്? വിമർശിക്കാതെ പറ്റുമോ? കാരണം നമ്മൾ നീതിക്ക് വേണ്ടിയോ തുല്യതയ്ക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ജാതി ആചാരങ്ങളെയും എല്ലാ മതാചാരങ്ങളെയും കൂടിയ അളവിലോ കുറഞ്ഞ അളവിലോ വിമർശിക്കേണ്ടി വരും. കാരണം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആചാരങ്ങൾ. അപ്പൊ നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. അതായത് ഇന്ത്യയിൽ സ്ത്രീകൾ ആദ്യം നേടിയ അവകാശം എന്ന് പറയുന്നത് ശാരദ ആക്റ്റാണ്. എന്താ ശാരദ ആക്ട് 4 വയസ്സ് 5 വയസ്സിലൊന്നും പെൺകുട്ടികളെ കെട്ടിക്കാൻ പാടില്ല. പെൺകുട്ടികളെ കെട്ടിക്കാൻ ചുരുങ്ങിയത് 14 വയസ്സാവണമെന്നാണ്. അത് ബ്രിട്ടീഷുകാർ ഭരിക്കുന്നതുകൊണ്ടാണ് നിയമം വന്നത്. 1929 ആ നിയമം വരും, ശാരദ ആക്ട്. ഇന്ത്യയിലെ സ്ത്രീകൾ സംഘടിച്ച് നേടിയ ആദ്യത്തെ അവകാശമാണത്. ആ കൊല്ലം ഓർത്തിരിക്കുക. അതിൻ്റെ 100 കൊല്ലം മുമ്പാണ് സതി നിരോധിച്ചത്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, സതി നിരോധിക്കണം എന്നൊരു ബില്ല് ഇന്ന് ഇന്ത്യൻ പാർലമെന്റിൽ വന്നാൽ അത് പാസ്സാകുമോ? എനിക്ക് ഉറപ്പില്ല. ഉണ്ടോ? എവിടെയാ നമ്മൾ എത്തി നിൽക്കുന്നത്? ഇപ്പോ ആലോചിച്ച് നോക്കൂ. സുപ്രീം കോടതി പറയാണ്, കേരളത്തിലെ ശബരിമലയിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകളെ അവരുടെ പ്രായത്തിന്റെ പേരിൽ തടഞ്ഞുകൂടാം. ആ വിധിക്കെതിരായിട്ട് ഇവിടെ നാമജപം നടത്തിയിട്ട് കേരളത്തിലെ പല തെരുവുകളിലും വലിയ നഗരവീഥികളിലും പ്രകടനം നടത്തുന്ന ആരാ? സ്ത്രീകളെ സ്ത്രീകൾക്കെതിരായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും, ജനങ്ങളെ ജനങ്ങൾക്കെതിരായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. 1930 ഗാന്ധി ഇവിടെ വരുമ്പോ അയിത്തജാതിക്കാരെ അമ്പലത്തിൽ കടത്താൻ ഒരുങ്ങുന്ന ഗാന്ധി ഗോ ബാക്ക് എന്ന് വിളിച്ച് കുന്നംകുളത്തൊക്കെ ഗാന്ധിക്കെതിരായിട്ട് പ്ലക്കാർഡും പിടിച്ചു നിന്നത് ഇവിടുത്തെ അന്ന് ഹരിജൻ എന്ന് വിളിക്കുന്ന, ഇന്ന് ദളിത് എന്ന് വിളിക്കുന്ന അടിയാള ജാതിക്കാരാ. കാരണം പൈസ കൊടുത്ത് നിർത്തിയാണ് അവരെ. ആലോചിച്ചു, ഈ ഇന്നത്തെ ഈ കേരളത്തിലെ ഈ സാധനം എന്താണെന്ന് ആലോചിച്ചു. എങ്ങനെയാണ് ഇവിടെ ഈ നമ്മുടെ ദേശീയതയെ, നമ്മുടെ ജനാധിപത്യത്തെ എങ്ങനെയാണ് മതം തുരങ്കം വെക്കുന്നത്? 2016 മാർച്ചിലാണ് ബോംബെ ഹൈക്കോടതി മഹാരാഷ്ട്രത്തിലെ ശനിദേവന്റെ അമ്പലത്തിൽ സ്ത്രീകൾക്ക് പ്രവേശനമില്ല എന്ന് പറയുന്നത് ലിംഗനീതിക്കെതിരാണ്, അതുകൊണ്ട് സ്ത്രീകളെ പ്രവേശിപ്പിക്കണം എന്ന് പറഞ്ഞു. അവിടെ പ്രവേശിപ്പിച്ചു. 5-6 മാസം കഴിഞ്ഞിട്ട് വേറെ ഒരു പെറ്റീഷൻ ബോംബെ ഹൈക്കോടതി മുമ്പിൽ വന്നു. എന്താണ്? അവിടുത്തെ മുസ്ലിങ്ങളുടെ പ്രധാനപ്പെട്ട ദർഗ, തീർത്ഥാടന കേന്ദ്രമായ ഹാജി അലി ദർഗയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കുന്നില്ല. പ്രവേശിപ്പിക്കാൻ പറഞ്ഞു, അവരും പ്രവേശിപ്പിച്ചു. അവിടെ ഭരിക്കുന്നത് BJP ആണ്. മുഖ്യമന്ത്രിയുടെ പേര് ഫട്നാവിസ് എന്നാണ്. അവരുടെ സഖ്യകക്ഷിയാണ് ആര്? ശിവസേന. മഹാരാഷ്ട്രത്തിൽ ഹിന്ദു ക്ഷേത്രത്തിലും മുസ്ലിം ദേവാലയത്തിലും നടപ്പാകുന്ന ഒരു സാധനം ബോംബെ ഹൈക്കോടതി പറഞ്ഞ് അവിടെ നടപ്പായി. ആർക്കൊരു പ്രശ്നം ഉണ്ടായില്ല. സുപ്രീം കോടതി ഈ വിധി പുറപ്പെടുവിച്ചപ്പോ
ചരിത്ര എന്താണ് ചരിത്ര നിർമ്മിതിയുള്ള വിധി എന്നാണ് BJP പറഞ്ഞത്. അവരുടെ ഹിസ്റ്റോറിക് ജഡ്ജ്മെന്റ് എന്നാണ്. അവിടുത്തെ BJPയുടെ ദേശീയ നേതാക്കന്മാരാരും ഇതിനെ അന്നും എതിർത്തിട്ടില്ല, ഇന്നും എതിർത്തിട്ടില്ല. ഇവിടെ കേരളത്തിൽ BJPയുടെ സംസ്ഥാന സെക്രട്ടറി സുരേന്ദ്രൻ ആദ്യം അനുകൂലമാണ്. രാജഗോപാൽ 4-5 കൊല്ലം മുമ്പ് ഇങ്ങനെ വേണമെന്ന് പറഞ്ഞ് ലേഖനം എഴുതിയിട്ടുണ്ട്. അമൃതാനന്ദമയി 5-8 കൊല്ലം മുമ്പ് ഇങ്ങനെ പ്രസംഗിച്ചിട്ടുണ്ട്, അവിടെ സ്ത്രീകളെ പ്രവേശിപ്പിക്കണം. ഇപ്പൊ എല്ലാവരും താളം തെറ്റി. ആര് താളം തെറ്റി? കോൺഗ്രസ് താളം തെറ്റി. വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാനപ്പെട്ട നായകന്റെ പേര് KP കേശവമേനോൻ എന്നാണ്. അദ്ദേഹം അതിന്റെ അന്ന് കോൺഗ്രസിന്റെ കേരളത്തിലെ ഏറ്റവും വലിയ നേതാവാണ്. 1931 സമരത്തിന്റെ നായകന്റെ പേര് K കേളപ്പൻ എന്നാണ്. അന്ന് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവാണ് കേളപ്പൻ. ആ കൂട്ടത്തില് AKG ഉണ്ട്, കൃഷ്ണപിള്ള, അവരൊക്കെ അന്ന് കോൺഗ്രസ്സാണ്. അന്നെല്ലാവരും കോൺഗ്രസ്സാണ്. അപ്പോ ആചാര ലംഘനമാണ് ജനാധിപത്യം, ആചാര ലംഘനമാണ് മതേതരത്വം, ആചാര ലംഘനമാണ് ദേശീയത. നിങ്ങൾ ആചാരം കൊണ്ടു നടന്നാൽ ഈ ആചാരം മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് ദേശീയത ഉണ്ടാവില്ല, ജനാധിപത്യം ഉണ്ടാവില്ല, മതേതരത്വം ഉണ്ടാവില്ല. എന്താ കാരണം ഈ ജനാധിപത്യത്തിന്റെ പൗരാവകാശങ്ങളുടെ പേരിലോ സ്വാതന്ത്ര്യത്തിന്റെ പേരിലോ തുല്യതയുടെ പേരിലോ നീതിയുടെ പേരിലോ ഉണ്ടാക്കിയതല്ല ഈ മത നിയമങ്ങളും ജാതി ആചാരങ്ങളും ഒന്നും. ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്ന ഒരു ആചാരമാണ് എന്ത്? സംബന്ധം. കൊള്ളാമോ? പെണ്ണുങ്ങളെ പുറത്തിറങ്ങാൻ പാടില്ല എന്നുള്ള ആചാരം ലംഘിച്ചിട്ടാണല്ലോ ഇവര് തെരുവിൽ മുദ്രാവാക്യം വിളിക്കുന്നത്. ഈ നാമജപം നടത്തുന്ന സ്ത്രീകൾ ആചാരം ലംഘിച്ചിട്ടാണ് അവർ ബ്ലൗസ് ഇട്ടത്. ഇവിടെ ബ്ലൗസ് ഇടാൻ പാടുണ്ടായിരുന്നില്ല. ഇവിടെ അകത്തിരിക്കുന്ന അന്തർജനം ബ്ലൗസ് ഇടുന്നില്ല, പാടത്ത് പണിയെടുക്കുന്ന ചെറുമിയും ബ്ലൗസ് ഇടുന്നില്ല, പിന്നെ അതിൻ്റെ ഇടയ്ക്കുള്ള കുറച്ച് കൂട്ടരാണ് ബ്ലൗസ് ഇടുന്നത്. അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശത്തിന് വേണ്ടി, വിദ്യ അഭ്യസിക്കാനുള്ള അവകാശത്തിന് വേണ്ടി, സാമൂഹ്യ ജീവിതത്തിന് വേണ്ടി, പുറത്തിറങ്ങി സംസാരിക്കാൻ വേണ്ടി, മുദ്രാവാക്യം വിളിക്കാൻ വേണ്ടി ഒക്കെ എത്രയോ ആചാരങ്ങൾ ലംഘിച്ചു. ആചാര ലംഘനത്തിന്റെ പ്രധാനപ്പെട്ട നേതൃത്വം ഉണ്ടായിരുന്നത് കോൺഗ്രസിനാണ്. മഹാത്മാഗാന്ധി കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നു. ആ കാലത്താണ് വൈക്കം സത്യാഗ്രഹം. അദ്ദേഹം പറയുന്നുണ്ട്, അയിത്തമില്ലാതെയാണ്, അയിത്തം ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല എന്നാണ് ഹിന്ദുമതം എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ എനിക്ക് ആ ഹിന്ദുമതം വേണ്ട. കാരണം അദ്ദേഹത്തിന്റെ യുക്തിക്കും നീതിക്കും തുല്യതയ്ക്കും ഒക്കുന്ന അല്ലാത്തൊന്നും അദ്ദേഹത്തിന് വേണ്ട. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ തരത്തിലിപ്പോ നമ്മുടെ മതനിരപേക്ഷതയ്ക്കുള്ള പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, നിങ്ങൾ എന്നോട് ക്ഷമിക്കുക, നമ്മുടെ ജനാധിപത്യമാണ്. സാമ്രാജ്യത്വത്തിന്റെ കാലത്താണ് നമ്മൾ സതി നിരോധിച്ചത്, നമ്മൾ ശൈശവിവാഹം നിരോധിച്ചത്. പിന്നീട് അത് പിന്നീട് മെച്ചപ്പെടുത്തി. എങ്ങനെ? 55-56 കാലത്ത് ഈ ഹിന്ദു കോഡ് ബില്ല് പാസ്സാക്കാൻ പറ്റില്ല എന്നായപ്പോൾ രാജിവെച്ച് വീട്ടിൽ പോയി അംബേദ്കർ. നെഹ്റു എന്നിട്ട് വാശി പിടിച്ചത് പാസ്സാക്കി. അതിലാണ് പറഞ്ഞത് ഹിന്ദു പെൺകുട്ടിയെ കെട്ടിക്കാൻ 16 വയസ്സാവണം. 1978 ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കുന്നത് ഏത് മതത്തിൽപ്പെട്ടാലും ഏത് ജാതിയിൽപ്പെട്ടാലും പെൺകുട്ടിയെ കെട്ടിക്കാൻ 18 വയസ്സാവണമെന്ന്. 2006 പാർലമെന്റ് പറഞ്ഞത് അങ്ങനെ അല്ലാതെ കെട്ടിച്ചതുണ്ടെങ്കിൽ ആ പെൺകുട്ടിക്ക് മുതിർന്നതിന് ശേഷം അത് റദ്ദാക്കാനുള്ള അവകാശമുണ്ട്. എന്തായിരുന്നു ബഹളം? 1978 ഇത് ഞങ്ങളുടെ മതത്തിനെതിരാണ് എന്ന് പറഞ്ഞ് വലിയ സമരം നടത്തിയത് മുസ്ലിങ്ങളാണ്. അപ്പോഴാണ് ആൾക്കാർ മനസ്സിലാക്കിയത് ഇവിടെ ഇത് വരുന്നതിന് 2 കൊല്ലം മുമ്പ് പാകിസ്ഥാനിൽ നിയമം വന്നു. ഒരുപാട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ കഴിഞ്ഞു. ഞാൻ ചെറിയ കാര്യം പറയാം. മതനിരപേക്ഷത, സന്താന നിയന്ത്രണം എന്നുള്ളത് നമ്മുടെ സാമൂഹ്യ ചരിത്രത്തെ വളരെ സ്വാധീനിച്ച ഒരു സംഗതി. ഞാൻ ഉദാഹരണം പറയാം. എൻ്റെ ഉമ്മ 7 പെറ്റു, എൻ്റെ അളിയൻ്റെ ഉമ്മ 12 പെറ്റു, എൻ്റെ ഭാര്യ 3 പെറ്റുള്ളൂ. അതുകൊണ്ട് എന്തായി? അവൾക്ക് പോസ്റ്റ് ഓഫീസ് ജോലി ചെയ്യാൻ പറ്റി. 1970 കാലത്തെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു കച്ചറ, ഭർത്താവിന്റെ അറിവോ അനുവാദമോ കൂടാതെ സ്വന്തം ശരീരത്തിലെ ഗർഭം അലസിപ്പിക്കാൻ ഒരു പെൺകുട്ടിക്ക് അവകാശമുണ്ട് എന്ന് നിയമം വന്നതാ. വ്യഭിചാരത്തിന് ലൈസൻസ് കൊടുത്തു എന്ന് പറഞ്ഞ് വലിയ ബഹളമായിരുന്നു. ക്രിസ്ത്യൻ പള്ളികൾ മുസ്ലിം പള്ളികളൊക്കെ പ്രകമ്പനം കൊള്ളുക. ആർക്കും ഓർമ്മയില്ല, കൊല്ലത്ര കഴിഞ്ഞു പോയി. ഈ 19 കൊല്ലം ഇതിപ്പോ ഒരു വിഷയമേ അല്ല. ഇപ്പൊ ഞാൻ എൻ്റെ വീട്ടിലെ കാര്യം പറയാം.
എൻ്റെ കസിനാണ് സലാം കാരശ്ശേരി. അദ്ദേഹം വലിയ പണക്കാരൻ്റെ മകനാണ്, കമ്മ്യൂണിസ്റ്റുകാരനായി. അദ്ദേഹത്തിൻ്റെ ഭാര്യ മൂന്നാമത് പ്രസവം നിർത്തി എന്നുള്ള നാട്ടിലൊക്കെ അറിഞ്ഞു. എൻ്റെ ഉമ്മയൊക്കെ തലയിൽ കൈവച്ച് നിലവിളിക്കുക, അസ്ഹാബുൽ ബദരീങ്ങൾ എന്തായി കേൾക്കണത്? കാരണം ഇത്രയും വലിയ ദൈവനിന്ദ ഉണ്ടോ? ഇതേ ഉമ്മ 10 കൊല്ലം കഴിഞ്ഞ് എൻ്റെ ഭാര്യ മൂന്നാമത് പെറ്റു എന്നുള്ള വിവരം ഹോസ്പിറ്റലാണ് പ്രസവിച്ചത്. അന്ന് ഫോണൊന്നുമില്ല. ഞാൻ വന്ന് പറഞ്ഞു ഇങ്ങനെ അവൾ പ്രസവിച്ചു, ആൺകുട്ടിയാണ്, തിരക്കടൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഉമ്മ എന്നോട് ചോദിച്ചത് നിർത്തിയില്ലേ എന്നാ. ഞാൻ അപ്പോൾ ഒന്നും മിണ്ടിയില്ല. പിറ്റേന്ന് ഞാൻ ഉമ്മയോട് പറഞ്ഞു ഇങ്ങനെ. അപ്പോൾ ഉമ്മയ്ക്ക് പണ്ട് പറഞ്ഞ ഓർമ്മയില്ല, അവരൊരു കളവ് പറഞ്ഞ് ഞാൻ കേട്ടില്ല. അപ്പോൾ ഉമ്മ പറഞ്ഞു എന്താ ഈ പറഞ്ഞു, ഞാൻ അങ്ങനെയൊക്കെ പറയൂ? ഞാൻ പറഞ്ഞു നിങ്ങൾ പറഞ്ഞാണ് ഉമ്മ. അപ്പോൾ ഉമ്മ പറഞ്ഞു അപ്പം നിനക്ക് എന്നെക്കാട്ടി ഓർമ്മ ഉണ്ടാവും, എന്നാൽ ശരിയായിരിക്കും എന്ന് പറഞ്ഞ് ഉമ്മ വേഗം അവിടുന്ന് പോയി കളഞ്ഞു. ഈ മനസ്സ് മാറുന്നത് എങ്ങനെയാ? മതേതരത്വം എന്ന് പറഞ്ഞത് എങ്ങനെയാ? മതേതരത്വം പറഞ്ഞാൽ എന്താ? നിങ്ങൾക്ക് ഏത് മതവും വിശ്വസിക്കാം, ഏത് അനുഷ്ഠാനവും കൊണ്ടു നടക്കാം. നിങ്ങൾക്ക് ഒരു മതത്തിലും വിശ്വസിക്കാതിരിക്കാം, ഒരു അനുഷ്ഠാനവും കൊണ്ടു നടക്കാതിരിക്കാം. നിങ്ങൾക്ക് ഏത് മതത്തെയും വിമർശിക്കാം. പിന്നെ അത് പൗരാവകാശ ലംഘനമായിട്ട് വരുമ്പോൾ അതിന് നിയമം വരും. ആ നിയമത്തിന്റെ കൂടെ നിങ്ങൾ നിൽക്കുന്നതിനെയാണ് മതനിരപേക്ഷത എന്ന് പറയാം. ഇപ്പോൾ സന്താന നിയന്ത്രണം എന്നൊരു കാര്യം ഈ രാജ്യത്തിന് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ കൂടെ നിൽക്കണം. പ്രതിരോധ കുത്തിവയ്പ്പ് എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ കൂടെ നിൽക്കണം. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് കൊടുക്കണം. അപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം. കോഴിക്കോട് മുനിസിപ്പാലിറ്റിയിൽ അന്ന് അംഗമാണ് മുഹമ്മദ് അബ്ദുറഹിമാൻ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1936 അപ്പോൾ ഒരു പ്രമേയം വന്നു. 4ാം ക്ലാസ് വരെ എല്ലാ കുട്ടികൾക്കും ആൺപെൺ ഭേദമില്ലാതെ, ജാതിമത ഭേദമില്ലാതെ കോഴിക്കോട് മുനിസിപ്പാലിറ്റിയിലുള്ള എല്ലാ കുട്ടികൾക്കും നിർബന്ധ സൗജന്യ വിദ്യാഭ്യാസം കൊടുക്കണം. അപ്പോ കോൺഗ്രസ്സുകാരനായ ഒരു മുസ്ലിം മെമ്പർ എണീറ്റ് നിന്നു, ദയവായി മുസ്ലിം പെൺകുട്ടികളായിരുന്നു ഒഴിവാക്കണം, എന്താ അന്യായം ചെയ്യരുത്. മുഹമ്മദ് അബ്ദുറഹിമാൻ എണീറ്റ് അദ്ദേഹത്തെ പ്രസംഗിച്ച് ആക്രമിച്ചടിച്ചിരുത്തിയത് കൊണ്ട്, ആക്രമിക്കാൻ ഞാൻ പറഞ്ഞ വാക്കുകൊണ്ടാട്ടോ, വാളുകൊണ്ടല്ല, അദ്ദേഹത്തിന്റെ ആക്രാമക ശൈലിയിൽ അദ്ദേഹം അത് പറഞ്ഞ് അടിച്ചിരുത്തിയിട്ടാണ് ആ പ്രമേയം പാസ്സായി. ഇപ്പോഴും അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും താലിബാൻ പ്രധാനമായും ബോംബിടുന്നത് സ്ത്രീ വിദ്യാകേന്ദ്രങ്ങളിലാണ്. എന്താ കാരണം? ഏറ്റവും വലിയ അധാർമികത അതാണ്. എന്താ അധാർമികത? പെണ്ണുങ്ങളെ പുറത്ത് കാണരുത്. ഇപ്പോ ഗുരുവായൂരിലുണ്ടാവും. അപ്പൊ ഒന്നപ്പോ കണ്ടില്ല, മുഖം മൂടിയിട്ടാണ് ഇവിടെ സ്ത്രീകൾ നടക്കുന്നത്. എല്ലാവരും അല്ല, ഒരു വിഭാഗം. നമ്മൾ ഓർമ്മിക്കേണ്ടതാണ്, 1000 കൊല്ലമായി ഏറ്റവും ചുരുങ്ങിയത് ഇസ്ലാം മതം കേരളത്തിൽ വന്നിട്ട് ഒരു 20 കൊല്ലം മുമ്പ് ഇല്ലാത്തൊരു ചരക്കാണ് ഈ മുഖം മൂടുന്ന പർദ്ദ. ഒക്കെ പോട്ടെ, ഒരു ഹോട്ടലിൽ കയറി ചായ കുടിക്കാൻ പറ്റുമോ? എങ്ങനെ ചായ കുടിക്കുന്നത്? എങ്ങനെ ഊണ് കഴിക്കുന്നത്? എങ്ങനെയാണ് ഒരു ടിക്കറ്റ് എടുക്കുന്നത്? എങ്ങനെയാണ് നിങ്ങൾക്കൊരു ചെക്ക് കിട്ടി ഒരു മാനേജർ എടുത്തുനിന്ന് എങ്ങനെയാണ് ഐഡന്റിറ്റി വെളിപ്പെടുത്തിയിട്ട് നിങ്ങളിത് മാറുന്നത്? അപ്പൊ എനിക്ക് ഐഡന്റിറ്റി കാണാതെ മാറാൻ പറ്റില്ല എന്ന് അദ്ദേഹം പറയണ്ടേ? പറഞ്ഞാൽ ഉടൻ അത് മതവികാരം വ്രണപ്പെടും. നിങ്ങളെങ്ങനെ ഹജ്ജിന് പോകും? ഞാൻ അങ്ങോട്ട് ചോദിക്കാം, ഇങ്ങനെ ഇരിക്കുന്ന ഒരാളൊരു ലേഡി ഡോക്ടർ എന്നിരിക്കാം, നിങ്ങൾ അവിടുത്തെ ചികിത്സയ്ക്ക് പോകും? ആരാ നിങ്ങൾക്ക് അറിയണ്ടേ? പോട്ടെ, ഈ സ്ത്രീയെ കാണാതെയായി, എങ്ങനെയാ പോലീസിൽ പരാതി കൊടുക്കുന്നത്? ഇങ്ങനെ പരാതി കൊടുക്കാൻ പറ്റുമോ? പോലീസ് എങ്ങനെ പരസ്യം കൊടുക്കുന്നത്? ഫേസ്ബുക്കിൽ ഞാൻ കണ്ട ഒരു തമാശ, ഒരാളിങ്ങനെ ഒരു പെണ്ണെ പിടിച്ചത്, അതിനിടയിൽ എഴുതിയിട്ടുണ്ട്, ഞാൻ എൻ്റെ ഭാര്യയെ മൊഴി ചൊല്ലി വേറെ ഒരാളെ കല്യാണം കഴിച്ചു, ഫോട്ടോ ഇത് തന്നെ മതിയല്ലോ. ഒരു ബുദ്ധിമുട്ടില്ല, യാതൊരു ബുദ്ധിമുട്ടില്ല കേട്ടോ. ഇത് 21ാം നൂറ്റാണ്ടിലെ നിങ്ങളുടെ അയൽപക്കത്തുള്ള സഹോദരിയെ പറ്റി പറയുന്നത്. മറക്കുടക്കുള്ളിലെ മഹാനരകം എന്നുള്ള നാടകം MRB ഈ നാട്ടിൽ എഴുതിയത്, ഈ ഭാഷയിൽ എഴുതിയത് 1931. ഇപ്പോ ആർത്തവം വലിയ പ്രശ്നം. അടിച്ചു ആർത്തവം. MRBയുടെയും വീട്ടിയുടെ വീട്ടിയാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നൊരു നാടകം 1929 അവതരിപ്പിക്കും. 30 പുസ്തകമായിട്ട് വരും. 31 മറക്കുടക്കുള്ളിലെ മഹാനരകം എന്നൊരു നാടകം. ഇന്ന് ഈ തരത്തിൽ ഇങ്ങനെ മുഖം മൂടി
മനുഷ്യനാണോ വേറെ വല്ലതും ആണോ തിരിയാത്ത മട്ടിൽ ഈ കരിങ്കുപ്പായത്തിന്റെ തടവിൽ റോഡിലിറങ്ങിയ ഒരു സ്ത്രീ നടക്കുന്നത് കാണുമ്പോൾ നിങ്ങളുടെ ജനാധിപത്യ ബോധം, നിങ്ങളുടെ പൗരബോധം, നിങ്ങളുടെ സമത്വബോധം എവിടെയാണ് എന്ന് ആ രൂപം നിങ്ങളെ പരിഹസിക്കുന്നുണ്ട്. 44-ലാണ് MP ഭട്ടതിരിപ്പാട്. ആ പേര് നിങ്ങൾക്ക് അങ്ങനെ പരിചയമുണ്ടാവില്ല. അദ്ദേഹത്തിന്റെ വേറെ ഒരു പേര് ഞാൻ പറയാം. ആ പേര് പ്രേംജി എന്ന നാടകത്തിൽ സിനിമയിലൊക്കെ അഭിനയിച്ച അതിപ്രസിദ്ധനായ നടൻ പ്രേംജി. അദ്ദേഹം രംഗത്ത് വരുമ്പോൾ MP ഭട്ടതിരിപ്പാടായിരുന്നു. VT ഭട്ടതിരിപ്പാട്, MR ഭട്ടതിരിപ്പാട്, MP ഭട്ടതിരിപ്പാട്, 3 പേരാ. ഋതുമതി എന്നൊരു നാടകം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. 1944 പുസ്തകമായിട്ട് വരുന്നത്. ആർത്തവത്തിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം അന്ന് ആർത്തവം വന്നു കഴിഞ്ഞാൽ പിന്നെ പെൺകുട്ടിക്ക് സ്കൂളിൽ പോകാൻ പാടില്ല. ഞാനിത് പുസ്തകത്തിൽ വായിച്ചാൽ കേട്ടോ, എൻ്റെ അനിയത്തി പോയിട്ടില്ല, എനിക്കറിയാം. ഞാൻ 8 പഠിക്കുമ്പോൾ അവൾ 6 പഠിക്കുകയാണ്. എന്താണ് അവൾ സ്കൂളിൽ പോകാത്ത എന്താന്ന്, പിന്നെ അവൾ നന്നായിട്ട് പഠിച്ചിരുന്ന കുട്ടിയാണ്. അപ്പം മാഷന്മാരും ടീച്ചർമാരും ഒക്കെ വന്ന്, മുസ്ലിംമാർക്ക് ഈ പ്രശ്നമല്ല, കാരണം അത് തീർന്നല്ലോ. ഇതെന്തോ അശുദ്ധമാണ്. ഇപ്പൊ എന്താ ശബരിമലയില് നിങ്ങൾ അയിത്തമാണിത്. അയിത്തം എന്നുള്ള വാക്ക്, അശുദ്ധം എന്നുള്ള വാക്ക് അയിത്തം എന്ന് പറയുന്നത്. അതായത് പല തരത്തിൽ എങ്ങനെയാണ് ആശാൻ പറഞ്ഞമാതിരി പാതജനെയും തരുണിയെയും നിങ്ങൾ മാറ്റി നിർത്തിയത് അശുദ്ധം എന്നുള്ള ഈ സങ്കല്പം ഉപയോഗിച്ചിട്ടാണ്. അതുകൊണ്ട് ഇതെന്താണ്, നമുക്ക് നവദ്വാരങ്ങളിലും പലതരത്തിലുള്ള മലങ്ങളുണ്ട്, പലതരത്തിലുള്ള സ്രവങ്ങളുണ്ട്. അപ്പൊ നമുക്ക് മൂത്രമുണ്ട് എന്നുള്ളതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും കാര്യം വേണ്ടാന്ന് വെക്കുന്നുണ്ട്, അല്ലെ മലമുണ്ട് എന്നുള്ളതുകൊണ്ട്, അല്ലെ ചെവിക്ക് മലുണ്ട്, കർണമലം എന്ന് പറയും, ചെപ്പിയുണ്ട്. ഇതുപോലെ സ്ത്രീക്ക് ഒരു മാസത്തിൽ ഇങ്ങനെ ഉണ്ട്. പിന്നെ വലിയ തമാശ, അതായത് ഇപ്പോൾ ഞാൻ ചോദിക്കണേ, 10 വയസ്സിനും 50 വയസ്സിനും അടുക്ക ഒരു ചെറിയ കാര്യം നിങ്ങൾക്ക് ദേഷ്യം വരും. ഇതിനൊക്കെ എന്നെ അറസ്റ്റ് ചെയ്യുന്ന നാട്ടിൽ വകുപ്പുണ്ട് കേട്ടോ. ഇപ്പോൾ ഗർഭപാത്രം ഒഴിവാക്കിയ ഒരു സ്ത്രീക്ക് ആർത്തവം ഉണ്ടാവുമല്ലോ. ആർത്തവത്തെ പറ്റി ഞാൻ വായിച്ച ഒരു മനോഹരമായ വാക്യം, അത് ഗർഭപാത്രത്തിന്റെ വിലാപമാണെന്നാ. ഗർഭപാത്രം വിലപിക്കുന്നു എങ്ങനെ? ആർത്തവ രക്തമായിട്ട്. അത് ഫ്രോയിഡാണോ എഴുതുന്നത് എനിക്കിപ്പോൾ ഓർമ്മയില്ല, ഞാൻ ഇവിടെ വായിച്ച ഓർമ്മയത്. ഫ്രോയിഡ് ആയിരിക്കാം, എനിക്കറിയില്ല. അപ്പോ ഗർഭപാത്രം ഇല്ലാത്ത സ്ത്രീകൾക്ക് ശബരിമലയ്ക്ക് പോവാം എന്ന് പറഞ്ഞാൽ ആർത്തവം ഉണ്ടാവില്ല, ഉണ്ടാവും. അവരൊരു ബോർഡ് വെക്കട്ടെ, ഞങ്ങൾക്ക് ഗർഭപാത്രം ഇല്ല, നന്നായില്ലേ? അപ്പോ ഇങ്ങനെ അനവധി കാര്യങ്ങൾ. ഇപ്പോ നമ്മൾ ഈ മതനിരപേക്ഷ, ഞാൻ വേറെ ഒരു ഉദാഹരണം പറയാം. തുടങ്ങിയത് എത്ര മണിക്കാ ഐസ തുടങ്ങിയത്? അല്ലേ, ഇവിടെ മര്യാദയ്ക്ക് വിളിച്ചല്ല, എന്റെ കണ്ണു കുത്താനുള്ള വിളിച്ചാണല്ലോ. നിങ്ങളെ കാണുന്നുള്ളൂ, ഞാൻ നിങ്ങളെ കാണുന്നില്ല. അപ്പോ ഞാന് വളരെ മതനിരപേക്ഷത എങ്ങനെ പ്രവർത്തിക്കും എന്നുള്ളതിന്റെ ഒരു ചെറിയ ഒരു 1-2 ഉദാഹരണം പറഞ്ഞ് നമുക്ക് മനസ്സിലാവും. വെറുതെ ഇപ്പൊ നിങ്ങൾക്കൊക്കെ പലർക്കും അനുഭവമുള്ളൊരു കാര്യമായിരിക്കും. മുസ്ലിം പുരുഷൻ മരിച്ചാൽ അയാളുടെ ഭാര്യ 4 മാസം 10 ദിവസവും ദുഃഖം ആചരിക്കും. അപ്പം ഞാനൊരു മത പണ്ഡിതനായ എൻ്റെ സുഹൃത്തിനോട് ചോദിച്ചു, ദുഃഖം ആചരിക്കുമ്പോൾ ആണ് മരിച്ചാൽ പെണ്ണ് ദുഃഖം ആചരിക്കുന്നു, പെണ്ണ് മരിച്ചാൽ എന്താ ആണ് ദുഃഖം ആചരിക്കാത്തത്? അങ്ങനെ വേണ്ടേ? അപ്പൊ അയാളോടെ നിങ്ങൾക്ക് എന്താ പോയി മാഷേ, ഇത് ഓക്ക് ഗർഭമുണ്ടോ അല്ലേ എന്ന് അറിയാനാണ് 4 മാസം 10 ദിവസം ഇരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു അത് വളരെ ലളിതമാണ് അത് പരിഹരിക്കാൻ. എനിക്ക് അവരുടെ മൂത്രം കിട്ടിയ 10 മിനിറ്റ് കൊണ്ട് ഞാൻ പറഞ്ഞില്ല അവർക്ക് ഗർഭമുണ്ടോ അല്ലേ. അല്ല ആയിരിക്കും. അപ്പോ ജീവിതം കൊണ്ട് മച്ചിയാണ്, വന്ധ്യയാണ് എന്ന് തെളിയിക്കപ്പെട്ട ഒരു സ്ത്രീ എന്തിന് ഈ പറഞ്ഞ ദീക്ഷാകാലം ഇദ്ദേരിക്കണം? ഗർഭപാത്രമില്ലാത്തൊരു സ്ത്രീ എന്തിന് ഇദ്ദേരിക്കണം? ഇപ്പൊ ഞാൻ മരിച്ചാൽ എൻ്റെ ഭാര്യയ്ക്ക് എൻ്റെ ഭാര്യ തന്നെ നോക്കും, ഗർഭപാത്രമൊന്നുമില്ല, അവളും ഇരിക്കേണ്ടി വരും. അപ്പോ ഗർഭപാത്രമില്ലാത്ത ഒരാൾ, വന്ധ്യയായ ഒരാൾ, ആർത്തവ വിരാമം വന്നൊരു സ്ത്രീ, ഇവരൊക്കെ ഇരിക്കുകയാണ്. കാരണം 7-ാം നൂറ്റാണ്ടിൽ ഗർഭമുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ വേറൊരു മാർഗമില്ല, അതിലൊരു തെറ്റുമില്ല. അത് പരിഷ്കരിക്കണം നീ പറഞ്ഞത്, വേറെ ഒന്നുമല്ല. നിങ്ങള് ഭർത്താവ് മരിച്ചു,
ഇനി ഭർത്താവിൻ്റെ അനിയനോ ഭർത്താവിൻ്റെ മരുമകനോ സ്വന്തം സഹപാഠിയോ അയൽക്കാരനോ സഹപ്രവർത്തകനോ ഒക്കെ ആയിട്ടുള്ള ആളുകൾ ഇവരോട് വന്ന് അനുശോചനം അറിയിക്കാനും കാര്യങ്ങൾ ഷെയർ ചെയ്യാനും വരുമ്പോൾ ഇവരൊരു മറയിരിക്കാൻ ഞാൻ പറയാം, ഒരു ഇരുട്ടുമുറിയിലാണ്. അതിൽ ശബ്ദം കേൾക്കാതെ ഗന്ധം എന്താവശ്യത്തിനാണ് ഈ സ്ത്രീ ഇങ്ങനെ ഇരിക്കുന്നത് എന്നുള്ള ചോദ്യമല്ല. കാരണം യുക്തി എന്നൊരു സാധനം അവർ പ്രവർത്തിക്കുന്നില്ല. എടശ്ശേരി പറയും, ഭക്തിയാം ചൂണ്ട ഒരിക്കൽ വിഴുങ്ങിയ ഭാഗ്യഹീനനില്ല മുക്തിപാരിൽ. എങ്ങനെ? ഭക്തിയാം ചൂണ്ട ഒരിക്കൽ വിഴുങ്ങിയ ഭാഗ്യഹീനനില്ല മുക്തിപാരിൽ. വിധവകളെ കണ്ടുകൂടാ, വിധവകൾ പുനർവിവാഹം നടത്തിക്കൂടാ, എന്തൊക്കെയും നാട്ടിൽ. സ്ത്രീക്ക്, ക്രിസ്ത്യൻ സ്ത്രീക്ക് മരിച്ചുപോയ അപ്പന്റെ സ്വത്തിൽ, അപ്പൻ എത്ര കോടി സ്വത്തുണ്ടെങ്കിലും 5000 രൂപയിൽ കൂടുതൽ അവകാശമില്ല എന്നൊരു നാട്ടുനടപ്പുണ്ടായിരുന്നു. മേരി റോയിയാണ് അത് ചോദ്യം ചെയ്തത്. ഇങ്ങനെ നിങ്ങൾ ജാതിയുടെ പേരിലോ ലിംഗത്തിന്റെ ഈ ലിംഗം എന്നുള്ള വാക്ക് തന്നെ വളരെ അപകടമാട്ടോ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ മലയാള ഭാഷയിൽ അവൻ എന്താണ്? അത് പുല്ലിംഗമാണ്. അവൾ എന്താണ്? സ്ത്രീലിംഗം. ഇത് പുരുഷന്റെ അടയാള. പിന്നെ നിങ്ങൾ പറയാണ് നൗംസകലിംഗം, പിന്നെയും പുരുഷൻ വരിക. പിന്നെ നിങ്ങൾ പറയാം ലിംഗസമത്വം. കണ്ടോ നിങ്ങളുടെ ഭാഷ, നമ്മുടെ ഭാഷ എത്രമേൽ പുരുഷാധിപത്യനിഷ്ഠമാണ്, അത് എത്രമേൽ സ്ത്രീവിരുദ്ധമാണെന്ന് കാണിക്കുക. അപ്പൊ ഈ കൂടിയ എന്താ പറയാ? ഇതിന് പുരുഷാരെന്നാ പറയാ. എന്തൊരു മലയാളം ആലോചിച്ചു. ഇവിടെ എത്ര പെണ്ണുണ്ടെങ്കിലും, ഇവിടെ പെണ്ണുങ്ങൾ മുഴുവനാണെങ്കിലും പുരുഷാരെന്ന് അതിന് പറയാം. പുരുഷായുസ് എന്നാ പറയാ, പുരുഷാർത്ഥം എന്നാ പറയാ, ചരിത്ര പുരുഷൻ എന്നാ പറയാ. എന്താ? ചരിത്രം സൃഷ്ടിക്കാനോ ചരിത്രം എഴുതാനോ ഒന്നും സ്ത്രീ വരില്ലാന്ന് തീർച്ചയാ. ചരിത്ര സ്ത്രീ എന്ന് പറയോ? നിങ്ങൾ ചിരിക്കൂലേ? ചരിത്ര സ്ത്രീ എന്ന് പറഞ്ഞാൽ കണ്ട. അപ്പൊ ഇവിടെ ഈ സാധനം കേട്ടോ, നമ്മുടെ സംസ്കാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം എന്ന് പറയുന്നത് ഭാഷയാണ്. നമ്മുടെ ഭാഷയിലെ ഒരു ചൊല്ല് ചെർമൻ അധികാരിപ്പണി കിട്ടിയ മാതിരി അറിയാലോ അല്ലേ? ചെർമൻ ഒരിക്കലും അധികാരിപ്പണി കിട്ടുകയില്ല, കിട്ടാൻ പാടില്ല എന്ന് തീരുമാനിച്ചിട്ടാണ് ഈ ചൊല്ലുണ്ടാകുന്നത്. പിന്നെ എല്ലാ പെണ്ണുങ്ങൾക്കും അറിയാം എന്ത്? പെൺബുദ്ധി പിൻബുദ്ധി അറിയാലോ അല്ലേ? നല്ലതല്ലേ? പെണ്ണുങ്ങളൊക്കെ അംഗീകരിക്കും. കാരണം എന്താ? ഈ പുരുഷാധിപത്യ മൂല്യങ്ങളാണ് പെണ്ണുങ്ങൾ ഉൾക്കൊള്ളുന്നത്. ഞാൻ എപ്പോഴും പറയുന്ന, എന്നോട് എൻ്റെ സ്നേഹിതയായ ഒരു സ്ത്രീ ചോദിച്ചാണ്, എൻ്റെ പുതിയാപ്പിളക്ക് വേറെ 3 ഭർത്താവുണ്ടായ മാഷക്ക് എന്താ തരക്കെട്? നമ്മൾ എനിക്കൊരു തരക്കെടും, എനിക്കെന്താ തരക്കെട്? സ്വർഗത്തിൽ നിനക്ക് വേറെ 3 റിസോർട്ട് ഉണ്ടാവും, നീ ഒന്നിൽ താമസിക്കും, ബാക്കിയൊക്കെ വാടക കൊടുത്ത് അവിടെ ഒരു പിരിവുണ്ടായിക്കോളും, അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു കേട്ടോ. സതി തിരിച്ചു വരും എന്ന് നിങ്ങൾക്കൊരു പേടിയുണ്ടോ? എനിക്കൊരു പേടിയുണ്ട്. സതി തിരിച്ചു വരും. സതി തിരിച്ചു വരാൻ ഒരു ബുദ്ധിമുട്ടില്ല. ഇപ്പോ ഇവിടെ ഹിന്ദു രാഷ്ട്രം ആവുകയാണെങ്കിൽ ആദ്യത്തെ അതിന്റെ ഇരകള് ക്രിസ്ത്യാനികളോ മുസ്ലിങ്ങളോ ദളിതുകളോ ഒന്നും അല്ല, സ്ത്രീകളായിരിക്കും. ഞാൻ ഉത്തരവാദിത്വപൂർവ്വം പറയുന്നു, ഹിന്ദു രാഷ്ട്രം വന്നാൽ അതിന്റെ ഒന്നാമത്തെ ഇര സ്ത്രീയാണ്. തെളിവ്, ഇസ്ലാമിക രാഷ്ട്രം വന്നു പാകിസ്ഥാനിൽ, അവിടുത്തെ ഏറ്റവും വലിയ ആദ്യത്തെ ഇര സ്ത്രീയാണ്. അതിന്റെ പ്രതിരൂപമാണ് ആര്? മലാല യൂസുഫ്സായി. ഇനി ജനാധിപത്യത്തിന്റെ കാലത്ത് കേട്ടോ, നിങ്ങൾ ഓർക്കേണ്ടതാ, ഈ ഗുരുവായൂർ സത്യാഗ്രഹം, വൈക്കം സത്യാഗ്രഹം, ക്ഷേത്രപ്രവേശന വിളംബരം എല്ലാം രാജാധിപത്യത്തിന്റെ കാലത്താ. ഈ ജനാധിപത്യത്തിന്റെ കാലത്താണ് ഇതൊന്നും നടക്കൂല. ഇപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ദേശീയ കമ്മിറ്റി, അതിന്റെ പ്രസിഡന്റ് രാഹുൽ ഗാന്ധി പറയുന്ന അല്ലല്ലോ നമ്മുടെ KPC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറയുന്നത്. ഇതിന് വലിയ തമാശ ഉണ്ടോ? ഞാൻ പറഞ്ഞു, ഇത് ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ കേരള കോൺഗ്രസ് വേറെ ഒന്നും ഉണ്ടാക്കുക, അല്ല ഇതെങ്ങനെ രണ്ടും കോൺഗ്രസ് ആയിരിക്കുന്നത്? അങ്ങനെയാണല്ലോ ചെയ്യാം അല്ലേ? ദേശീയ നേതൃത്വം പറഞ്ഞ് നമുക്ക് സമ്മതമല്ല, എന്താണ് പെണ്ണുങ്ങൾ അങ്ങോട്ട് കയറണ്ട. നമ്മൾ സമത്വത്തിൽ വിശ്വസിക്കുന്നില്ല, ആചാര ലംഘനത്തിൽ വിശ്വസിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അത് ആചാര ലംഘനമാണ് പുരോഗതി എന്ന് പറയുന്ന ഒരു കമ്മിറ്റി അവിടെ ഉണ്ടെങ്കിൽ അവർക്കൊരു ഉളുപ്പില്ല, ഇവർക്കൊരു ഉളുപ്പില്ല. കേരള കമ്മിറ്റി അങ്ങനെ പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. പിന്നെ എന്താ അഭിപ്രായം എന്ന് പറയുന്നത്? ഇത് കോൺഗ്രസ്സുകാർക്ക് മാത്രമുള്ള സൂക്കടം ചെയ്യില്ല കേട്ടോ. ഇത് BJP ഇങ്ങനെ ചെയ്യും, ലീഗ് ഇങ്ങനെ ചെയ്യും, അങ്ങനെ ചെയ്തിട്ടുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇങ്ങനെ ചെയ്യും, എല്ലാവരും ചെയ്യും. അവനോട് ആവശ്യം പറഞ്ഞു, വോട്ട് ബാങ്കിന്റെ പ്രശ്നം വരുമ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്യും. തെളിവ് വേണം, തെളിവ് ഞാൻ തരാം. അതായത് ഈ മുഖം മൂടിയ പർദ്ദയിട്ട സ്ത്രീകൾ എങ്ങനെയാ ആ വനിതാ യാത്രയിൽ ഉണ്ടാവുക? എന്താണ് അല്ലേ?
വനിതാ മതില, അതാണ് ഞാൻ ആ വാക്ക് മറന്നു. ഏത് സ്ത്രീ ശാക്തീകരണം? എന്താ ശാക്തീകരണം? ഇങ്ങനെ മുഖം മൂടുന്ന പർദ്ദയിട്ട് പോകാനുള്ള ശാക്തീകരണം സ്ത്രീ ശാക്തീകരണം എന്ന് പറഞ്ഞത്. നല്ല മലയാളമല്ലേ? പെണ്ണുങ്ങളെ അയിത്തക്കാരാക്കി മാറ്റി നിർത്തുന്ന ശബരിമലയിലെ പിന്തിരിപ്പൻ നിലപാടിന് പിന്തുണ കൊടുക്കാനുള്ള ശാക്തീകരണമാണ് സ്ത്രീ ശാക്തീകരണം. നല്ല മലയാളമല്ലേ? നല്ല ജനാധിപത്യല്ലേ? 1984 എന്നുള്ള പ്രസിദ്ധമായ പുസ്തകത്തിൽ യുദ്ധം സമാധാനമാണെന്നൊരു വാക്കുണ്ട്. നന്നായില്ലേ? യുദ്ധം തീർന്ന്, യുദ്ധം സമാധാനമാണെന്ന് പറഞ്ഞാൽ കഴിഞ്ഞു, പിന്നെ പ്രശ്നമൊന്നുമില്ല ഉണ്ടോ? ഇപ്പൊ ഈ നടക്കുന്നതൊക്കെ നവോത്ഥാനമാണെന്ന് പറഞ്ഞാൽ പ്രശ്നം കഴിഞ്ഞു. ഏത് നവോത്ഥാനം? ഈ വെള്ളാപ്പള്ളി നടേശൻ ഈ പറയുന്നത്, AP അബൂക്കർ സൈദ് പറയുന്നത് എന്താ? അബൂക്കർ സൈദ് പറഞ്ഞത് മുഹമ്മദ് നബിയുടെ തലമുടിയിട്ട വെള്ളം കുടിച്ചാൽ പള്ളവേദനൊട്ട എയ്ഡ്സ് വരെയുള്ള എല്ലാ രോഗവും ശിഫയാവുന്നു. നല്ല പുരോഗമനല്ലേ? നല്ല നവോത്ഥാനല്ലേ? കേട്ടോ, ഞാൻ കേരളത്തിൽ എവിടെയും ആവർത്തിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം പറയാം. സാമൂഹ്യ പരിണാമം 3 വഴിക്കാം. ഒന്നാമത്തത് വിപ്ലവം, പഴയത് മുഴുവൻ ഉപേക്ഷിക്കുക. ഇംഗ്ലീഷിൽ റവല്യൂഷൻ എന്ന് പറയും. അമ്പലം വേണ്ടാന്ന് വെക്കുക, ഇനി നമുക്ക് അമ്പലങ്ങൾക്ക് തീ കൊളുത്തുക എന്ന് VT ഭട്ടതിരിപ്പാട് ലേഖലേഖ എഴുതുന്നത് വിപ്ലവമാണ്. അമ്പലം വേണ്ട. രണ്ടാമതൊന്നുണ്ട്, എന്താ അത്? പഴയത് മുഴുവൻ കളയാതെ അതിലെ ജീർണിച്ച ഭാഗങ്ങളൊക്കെ കളയുക, ചില ഭാഗങ്ങൾ പരിഷ്കരിക്കുക, ചില പുതിയ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുക, അങ്ങനെ മുന്നോട്ട് പോവാം. അതിനെയാണ് നവോത്ഥാനം എന്ന് പറയാം. കോഴിക്കോട്ട് നാരായണഗുരു ജീവിച്ചിരിക്കുമ്പോൾ ശ്രീകണ്ഠേശ്വരൻ ക്ഷേത്രത്തിന് തറക്കല്ലിട്ടത് അയർലാൻഡിൽ ജനിച്ച ആനി ബെസന്റ് എന്ന് പേരായ ഒരു മദാമയാണ്. അമ്പലം വേണ്ടെന്നല്ല, അമ്പലത്തിന് തറക്കല്ലിടാം. അത് ആണ് തന്നെ ഇട്ടോണമെന്നല്ല, പെണ്ണിനിടാം. വെറുതെ ഒരു ചെറിയ കാര്യം ഞാൻ ചോദിക്കാം, നിങ്ങൾക്ക് കുറച്ച് ദേഷ്യം വരാഞ്ഞാലും ഒരു ബുദ്ധിമുട്ടാണ്. ഒരു ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ നമ്മുടെ നാട്ടിലെ ഏതൊക്കെ സമുദായക്കാർ സ്ത്രീകളെ അനുവദിക്കും? വളരെ ചെറിയൊരു കാര്യം. ഒരു മയ്യത്ത് പള്ളിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ കൂടെ ആണുങ്ങൾ മാത്രം മതി. ചെതയ്ക്ക് തീ കൊളുത്തുമ്പോ അവിടെ പെണ്ണുങ്ങൾ വേണ്ട, ആണുങ്ങൾ മതി. ഇത് കൊളുത്തേണ്ടത് പുരുഷനാണെന്നാ. മൃതദേഹം ആണിന്റെ ആണെങ്കിലും പെണ്ണിന്റെ ആണെങ്കിലും ചെറിയ നമ്മൾ ഓർക്കാൻ തന്നെ വിട്ടു. ഇതൊക്കെ അത് ശരി, ഇങ്ങനെ ഉണ്ടല്ലോ അല്ലേ? ഇത് നമ്മൾ വെച്ചിട്ടില്ലേ? അപ്പോ ഇതിനെയാണ് നവോത്ഥാനം എന്ന് പറയാം. വേറെ ഒന്നുണ്ട്, പഴയത് മുഴുവൻ തിരിച്ചു കൊണ്ടുവരാം. അതിന് പറയുന്നത് പുനരുദ്ധാരണം, റിവൈവലിസം എന്ന് പറയും. ഇന്ന് കേരളത്തിൽ എല്ലാ ജാതി സമൂഹങ്ങളിലും മതസമൂഹങ്ങളിലും സാമാന്യമായി നടക്കുന്ന സാധനം പുനരുദ്ധാരണമാണ്. അത് മതനിരപേക്ഷതയെ അങ്ങേയറ്റം ദുർബലപ്പെടുത്തുന്ന ഒന്നാണ്. അമ്പലത്തിന് നല്ല മതിൽക്കെട്ടുണ്ടായി, അമ്പലത്തിന്റെ കുളമൊക്കെ കെട്ടിച്ചു. അവിടെ എല്ലാ കൊല്ലും പണ്ടില്ലാത്ത മാതിരി അയ്യപ്പൻ വിളക്ക് നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ എല്ലാവരും ശബരിമലയിൽ പോകുന്നുണ്ട്, അല്ലെങ്കിൽ പള്ളിയിൽ ദിക്ർ ഹൽക്ക നടക്കുന്നുണ്ട്. ഒരു പള്ളി ഉള്ള സ്ഥലത്ത് തർക്കം കൊണ്ടാണെങ്കിൽ 5 പള്ളി ഉണ്ടായി. അതൊക്കെ നവോത്ഥാനം എന്നാണ് ഇവർ വിചാരിക്കുന്നത്. അതിനെ പറയുന്നത് ഏത്? അറബിക് കോളേജുകളുണ്ട്, അല്ലെങ്കിൽ മറ്റേ കോളേജുണ്ട്, അല്ലെ മറ്റേ സ്കൂളുണ്ട്. ആശയരംഗത്തെ മുന്നേറ്റത്തെയാണ് നവോത്ഥാനം എന്ന് പറയാം. അല്ല, ഭൗതിക രംഗത്തെ മുന്നേറ്റത്തെ പറയുന്ന വാക്കല്ല അത്. നിങ്ങൾക്ക് നല്ലോണം ഊണൊഴിക്കാണ്ട്, നല്ല കാര്യം. നല്ല വേഷമുണ്ട്, നല്ല കാര്യം. വൃത്തിയുണ്ട്, നല്ല കാര്യം. വില കൂടിയ ലക്ഷക്കണക്കിന് വിലയുള്ള കാറിലാണ് നിങ്ങളുടെ നായകന്മാരും നേതാക്കന്മാരും സന്യാസിമാരും പോകുന്നത്, നല്ല കാര്യം. ഈ പകിട്ടിനെ, ഈ പത്രാസിനെ, ഈ ഭൗതികമായ ആഡംബരത്തെയാണ് ഇന്ന് കേരളീയര് നവോത്ഥാനം എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് ഇവരൊക്കെ നവോത്ഥാന നായകന്മാരാന്ന് തോന്നുന്നത്. നിങ്ങൾ അറിയോ? ഇപ്പൊ നിങ്ങൾ മറന്നുപോയിട്ടുണ്ടാവും. പെന്തക്കോസ് എന്നൊരു കൂട്ടരുണ്ട്, അവർക്ക് ചികിത്സ ഹറാമ, ചികിത്സിക്കേണ്ട. സൂസൻ മേബിൾ തോമസ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവള് കേരള വോളിബോൾ ടീമിന്റെ ക്യാപ്റ്റനായിരുന്നു. അവൾക്ക് അസുഖം വന്നു. അവൾക്ക് 30 വയസ്സ് താഴെയാണ്. അവളുടെ ഈ രോഗശയ്യയുടെ ചുറ്റും നിന്നിട്ട് അവളുടെ അപ്പനും അമ്മയും സഹോദരനും ഒക്കെ പ്രാർത്ഥിച്ചു. അവൾ മരിച്ചു. അവർക്കൊരു കുറ്റമില്ല. എന്താ?
അത് കർത്താവ് വിളിച്ചു പോയി, അത്രയേ ഉള്ളൂ. ഇത് മതാചാരത്തിന്റെ പേരിൽ നിങ്ങൾ അംഗീകരിക്കുമോ? ഇതാ ചോദ്യം. മതനിരപേക്ഷയുടെ ചോദ്യം ഇതാണ്. ശാസ്ത്രീയ പരിജ്ഞാനം, യുക്തി, സാമൂഹ്യബോധം തുടങ്ങിയുള്ളവരോട് നിരന്നു പോകാത്ത വിശ്വാസം. ഇപ്പോ മലപ്പുറം ജില്ലയിൽ 1.5 കൊല്ലം മുമ്പ് ഒരു മദ്രസ അധ്യാപകൻ മരിച്ചു. 3 മാസം അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും കൂടി അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. എന്തിനാണ്? ജീവൻ മടക്കി കിട്ടാൻ വേണ്ടി. എന്താ നിങ്ങൾ നവോത്ഥാനല്ലേ? നല്ല നവോത്ഥാനം. നിങ്ങൾ 100% സാക്ഷരതയുള്ള സംസ്ഥാനത്തെ ആൾക്കാരാണ്. രാഷ്ട്രീയ പ്രബുദ്ധയുടെ കാര്യം നോക്കിയേ വേണ്ട. പിന്നെ മാധ്യമങ്ങൾ, പത്രങ്ങൾ, TV, ഫേസ്ബുക്ക്, വാട്സാപ്പ്, ട്വിറ്റർ, SMS, ഇനി നിങ്ങൾക്ക് ഇല്ലാത്ത ഒന്നുമില്ല. എത്ര നല്ല റോഡുകൾ, എത്രയാണ്. ആകെ 3.25 കോടി ജനങ്ങളാണ്. 2 കോടി കണക്ഷൻ ഉണ്ട്. ഇതിന് മൊബൈലിന്. ഞാൻ നാള് ഒരു തമാശയ്ക്ക് പറഞ്ഞ്, എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മുത്തശ്ശൻ, അദ്ദേഹം ക്രിസ്ത്യാനിയാണ്, മരിച്ചപ്പോൾ കണ്ണടയും വാച്ചും ഒക്കെ ആയിട്ടാണ്, വേഷമായിട്ടാണ് അവർ അടക്കുക. അപ്പം ഞാൻ പറഞ്ഞു, ആ മൊബൈലിലൂടെ അങ്ങ് വെച്ചേക്കായിരുന്നു. കാരണം ഇനിയിപ്പോൾ അതായിട്ട് ഇവിടെ വെച്ചോ, നമുക്ക് ഇടയ്ക്കൊന്ന് നോക്കുകയും ചെയ്യാൻ. ഞാൻ പറയുന്നത്, ഈ നവോത്ഥാനം എന്താണ്, പുനരുദ്ധാരണം എന്താണ്, വിപ്ലവം എന്താണ് എന്ന് വകതിരിയാത്ത മട്ടിൽ ഇതിനെയൊക്കെ നിശിതമായി ആക്രമിക്കേണ്ട ഉത്തരവാദിത്തം ഉണ്ടായിരുന്ന ആർക്ക്? രാഷ്ട്രീയ പാർട്ടികൾക്ക്. അവരെയാണ് ഞാൻ ആദ്യം കുറ്റം പറയാം. ഇതൊക്കെ കൃത്യമായി പിന്നാക്കം പോവാണ്, നമ്മൾ റിവേഴ്സ് ഗിയറിലാണ് എന്ന് ഇവരോട് പറയുകയും ഇവരെ ബോധവൽക്കരിക്കുകയും ചെയ്യേണ്ടത്. ആ ബോധവൽക്കരണം ചെയ്യുന്ന പണിക്കാണ് രാഷ്ട്രീയം എന്ന് പറയുക. വേറെന്താ രാഷ്ട്രീയം എന്ന് പറയുന്നത്? ഒരു കൊടിയുടെ പേരാണോ രാഷ്ട്രീയം എന്ന് പറയുന്നത്? ഒരു ബാനറിന്റെ പേരാണോ? ഒരു മുദ്രാവാക്യത്തിന്റെ പേരാണോ രാഷ്ട്രീയം? അല്ല. രാഷ്ട്രീയം എന്ന് പറയുന്നത് നീതിബോധത്തിന്റെ പേരാ, യുക്തിബോധത്തിന്റെ പേരാ, ജനാധിപത്യ ബോധത്തിന്റെ പേരാ. അല്ലാതെ ഈ കൊടിയുടെ നിറം കൊണ്ടൊന്നുമില്ല. അക്കിത്തം പറയും, ഓരോ മാതിരി ചായം മുക്കിയ കീറത്തുണിയുടെ വേദാന്തം എന്ന് പറയും. നിങ്ങൾ ആര് വന്നാലും ആര് പോയാലും നീതി എന്നൊരു സാധനമുണ്ട്, സത്യം എന്നൊരു സാധനമുണ്ട്. അതായത് നിങ്ങൾക്ക് വോട്ട് കിട്ടും എന്ന് വെച്ചിട്ട് ഈ തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും എവിടെയൊക്കെ 1900 തൊട്ട് 1950 വരെ കേരളത്തിന്റെ പോക്ക് വളരെ ഇന്ത്യയുടെ വളരെ മുമ്പിലാണ്. നാരായണഗുരു, സനാവുല്ല മക്തിത്തങ്ങൾ, അയ്യങ്കാളി, പൊയ്കയിലപ്പച്ചൻ, ആരൊക്കെ സ്വാതന്ത്ര്യം കിട്ടി, ജനാധിപത്യം വന്നു, നമ്മള് യാത്ര റിവേഴ്സ് ഗിയറിൽ വീണു കേട്ടോ. ഇത് വളരെ ആലോചിക്കേണ്ട കാര്യമാണ്. രാജാക്കന്മാർക്ക് തിരിഞ്ഞിരുന്ന കാര്യം എന്തുകൊണ്ടാണ് നമ്മുടെ മന്ത്രിമാർക്കും MLA മാർക്കും MP മാർക്കും തിരിയാത്തത്? 1829 നിരോധിച്ച സതി 1987 രാജസ്ഥാനിലെ ദേവരാല ഗ്രാമത്തിൽ രൂപ് കൻവാർ എന്ന പെൺകുട്ടി ബികോം പഠിക്കുന്ന വിദ്യാർത്ഥിനി സതിയായപ്പോ സംഗതി പൊളിഞ്ഞു പോവാ. അതിനെതിരായി ഇന്ത്യയുടെ നാനാഭാഗത്തും വലിയ ബഹളം ഉണ്ടായി. കോഴിക്കോട്ടൊക്കെ ചെറിയ ബഹളമൊക്കെ ഞങ്ങളൊക്കെ ഉണ്ടാക്കി. എന്താണ്ടായത് അറിയാം നിങ്ങള്? ബോംബെ, കൽക്കട്ട, ഡൽഹി തുടങ്ങിയുള്ള അനേകം നഗരങ്ങളിൽ രജപുത്ത് വനിതകൾ മുൻകൈയെടുത്തിട്ട് ഞങ്ങൾക്ക് സതി അനുഷ്ഠിക്കാനുള്ള സ്വാതന്ത്ര്യം വേണം എന്ന് മുദ്രാവാക്യം വിളിച്ചു. ആര്? പെണ്ണുങ്ങൾ. കേരളത്തിലെ ആദ്യത്തെ സത്യാഗ്രഹം 200 കൊല്ലം മുമ്പ് തിരുവിതാംകൂറിൽ നടന്നത് സതി അനുഷ്ഠിക്കാൻ ഒരു സ്ത്രീ മെനക്കെട്ടൊരു രാജാവ് സമ്മതിക്കാനില്ല. കേരളത്തിൽ ഏർപ്പാടുണ്ടായിരുന്നില്ല. കേരളത്തിൽ സതി ഉണ്ടായിരുന്നില്ല. കാരണം ഇവിടെ ഒന്നാമത് മരുമക്കത്തായ, ഇവിടെ അങ്ങനെയുണ്ട്, ഭാര്യയുടെ വീട്ടിലേക്ക് ഭർത്താവ് വരുന്നു ഒക്കെ പോയി. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഹിന്ദുരാഷ്ട്രം വന്നാൽ കേരളത്തിലും സതി വരികയില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? എനിക്ക് ഉറപ്പില്ല. എന്താ കാരണം വെച്ചാൽ സതീദേവി ഉണ്ടായാൽ ആ കുടുംബത്തിന് വലിയ ഐശ്വര്യമാണ്, അത് വലിയ പേരാണ്, ആ ഗ്രാമത്തിന് വലിയ ഐശ്വര്യമാണ്. എന്താണ്? വിളവില് നല്ല ധാന്യത്തിനൊക്കെ നല്ല വിളവുണ്ടാവും. ഓരോ കാലത്തെ സങ്കല്പങ്ങളല്ലേ. ഇന്നിപ്പോ അങ്ങനെയൊക്കെ സങ്കല്പോ
ആർത്തവ രക്തത്തെ പറ്റി ഇന്നൊക്കെ പറയണ്ടല്ലോ. പ്രാചീന വിശ്വാസം എന്താണെന്നറിയോ? അത് ഏറ്റവും ശക്തിയുള്ള ഒരു സാധനമാണെന്നാ. ഏത് പിശാചിനെ ഓടിക്കാനും എന്ത് പ്രശ്നം പരിഹരിക്കാനും സ്ത്രീയുടെ ആർത്തവ രക്തം മതി എന്ന് ആദിവാസികൾ പണ്ട് വിചാരിച്ചിരുന്നു. ഇപ്പോഴും ആസ്ട്രേലിയ, ആഫ്രിക്കയിൽ അങ്ങനെ വിചാരിക്കുന്നുണ്ട്. ആർത്തവ രക്തം ഒഴുകുന്ന ഒരു സ്ത്രീ നഗ്നയായി വിളക്ക് ചുറ്റും നടന്നാൽ ചാഴി ഉണ്ടാവില്ല, വറുതി ഉണ്ടാവില്ല, അതിവർഷം ഉണ്ടാവില്ല, വരൾച്ച ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്ന കൂട്ടരുണ്ട്. പിന്നെ മതങ്ങൾ വന്നപ്പോൾ ഇതൊക്കെ അയിത്തമായി. ഞാൻ പഴയ കഥ പറയാം. അലക്സാണ്ട്രിയയിൽ, ഈജിപ്തിലാണ്. അവിടെ വളരെ കൊല്ലം മുമ്പ് ഹിപ്പാഷ്യ എന്നൊരു സ്ത്രീ ഉണ്ടായിരുന്നു. അവര് വലിയ തത്വജ്ഞാനിയാണ്, ഗണിതശാസ്ത്രത്തെ വലിയ വിദഗ്ധയാണ്, സുന്ദരിയാണ്, വലിയ പ്രസംഗകയാണ്. അവര് 427 മരിച്ചുപോയി. ക്രിസ്തുവർഷം മരിച്ചതല്ല, ആണുങ്ങളോട് കൊന്നതാ. കാരണം പെണ്ണുങ്ങൾക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടെങ്കിൽ അത് പ്രേതത്തിന്റെ വകയിലാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. പെണ്ണുങ്ങൾ സ്വന്തമായിട്ട് കഴിവുണ്ടാവില്ല. ഏതെങ്കിലും പ്രേതത്തെ, പിശാചിനെ അങ്ങനെ ജോൺ ഓഫ് ആർക്കിനെ കൊന്ന് ഇവിടെ തല്ലിക്കൊന്നു. അവര് കാണിച്ചൊരു വലിയ കാര്യം, അവര് കാമുകൻ ഒരിക്കൽ ഒരു ഉപഹാരം കൊടുത്തത് അവരുടെ തീണ്ടാരി തുണിയാണ്. അപ്പൊ നമ്മള് ഹിപ്പാഷിയുടെ തീണ്ടാരി തുണിയുടെ പ്രണയോപഹാരമാവാനുള്ള ശക്തിയെ പറ്റിയും 44 MP ഭട്ടതിരിപ്പാട് എഴുതിയ ഋതുമതി എന്നുള്ള നാടകത്തെ പറ്റിയും ഒക്കെ ആലോചിക്കേണ്ട ഘട്ടം വന്നിരിക്കുകയാണ്. ഞാൻ ഈ സംഭാഷണം അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്കിനി എന്നുവെച്ചാൽ എനിക്ക് യാതൊരു ഇതുമില്ല, ഇത് എത്ര സമയമായി എന്നൊന്നും യാതൊരു സമയബോധമില്ല. ബഷീർ പറയും, അള്ളാഹുവിൻ്റെ ഖജനാവിൽ മാത്രമേ അനന്തമായ സമയമുള്ളൂ. അനന്തമായ സമയം. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഇത് മനുഷ്യന്റെ അന്തസ്സിന് വേണ്ടിയുള്ള ഒരു പോരാട്ടം, വേറെ ഒന്നല്ല. മനുഷ്യജീവി, നിങ്ങൾ ആദിവാസിയാണ്, നിങ്ങൾ ദളിതനാണ്, നിങ്ങൾ സ്ത്രീയാണ്, നിങ്ങൾ കറുത്തവനാണ്, നിങ്ങൾ ദരിദ്രനാണ്, നിങ്ങൾ തൊഴിലാളിയാണ് എന്ന തരത്തിൽ ഒരാളെ തരം താഴ്ത്തി കാണുക. അതിന് സമത്വത, സമത്വ സമാജം, നമ്മൾ ഈ നീതി എന്ന് ഉറപ്പാക്കണമെങ്കിൽ സമത്വത്തിലേ പറ്റൂ. അതുകൊണ്ട് മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയുള്ള എല്ലാ വാദങ്ങളും മതരഹിതമായ, മതവിരുദ്ധമായ ഒന്നല്ല. അത് മതത്തെ പരിഷ്കരിച്ച് മുന്നോട്ട് പോകുന്ന ഒന്നാണ്. മതത്തിന് പരിഷ്കരണം വേണ്ട എന്ന് ഇവർ വെറുതെ പറയുന്നതാണ്. ഈ പുരോഹിതന്മാരൊക്കെ അവർക്ക് ആവശ്യമുള്ള എല്ലാ പരിഷ്കരണവും വരുത്തിയിട്ടുണ്ട്. ഞാൻ ഹിന്ദു പാരമ്പര്യത്തിലെ പരിഷ്കരണങ്ങൾ നിങ്ങൾക്ക് അറിയാം അല്ലേ? മാറുമറയ്ക്കാം, പെണ്ണുങ്ങൾക്ക് വിദ്യാഭ്യസിക്കാം, സംബന്ധം വേണ്ട. അപ്പോൾ ഇസ്ലാം മതത്തിൽ ഈ മുസ്ലിംമാർക്ക് വേണ്ടതൊക്കെ അവർ പരിഷ്കരിച്ച കഥ ഞാൻ പറഞ്ഞുതരാം എനിക്ക്. ഇപ്പൊ ഫോട്ടോ എടുക്കുന്ന ഹറാമ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അത് ഹലാലായാലും ആയല്ലോ. 1985 കോഴിക്കോട്ടെ ഫറോക്കിലുള്ള ഒരു പള്ളിയിലെ ഇമാമിന് ജോലി നഷ്ടപ്പെട്ടത് 1985 അദ്ദേഹത്തിന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ മൂത്ത മകൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നൊരു കളർ TV വെച്ചു. അപ്പൊ പള്ളിയിൽ വലിയ പ്രശ്നമായി. എന്താ പ്രശ്നം? ഇമാമ് ഇത് കാണുന്നുണ്ടാവും. എന്ത് കളർ TV നമുക്ക് ഹറാമല്ലേ? ഈ ഹറാമ് ചെയ്യുന്ന ഒരാളെ പിന്നിൽ നിന്ന് നിസ്കരിച്ചാൽ നമ്മൾ നിസ്കാരം സഹിയാവും. വലിയ പ്രശ്നമായി. ഇമാമ് രാജിവെച്ച് വീട്ടിൽ പോയി. ഇപ്പൊ ഇതേ മുസ്ലിംമാര് ചാനൽ നടത്തുന്നു കണ്ടോ. പെൺകുട്ടികൾക്ക് വിദ്യ അഭ്യസിപ്പിക്കൽ കറാഹത്താണ് എന്ന് പറഞ്ഞാൽ അനഭിലഷണീയമാണ് എന്ന് 1930 മാർച്ച് 14 പ്രമേയം പാസാക്കിയ കൂട്ടരാ സമസ്തക്കാർ അവർ മദ്രസത്ത് ബനാത്ത് നടത്തുന്നു. പുതിയ വല്ല ഖുർആൻ ഇറങ്ങിയിരുന്നോ? വല്ല ഹദീസ്? അവരുടെ സൗകര്യം. ഇപ്പൊ തലമുടി ഞാൻ കുട്ടിക്കാലത്ത് ഏറ്റവും അധികം വീട്ടിൽ നിന്ന് തല്ലുകൊണ്ടത് തലമുടി കിട്ടാൻ വേണ്ടിയാണ്. എന്താ കാരണം? ഹറാമാണിത്. ഇപ്പൊ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ആലോചിക്കുക, ഈ OV വിജയന് മാത്രമാണ് നബിയുടെ തലമുടി ഉണ്ടായിരുന്നത്. ഇപ്പൊ നബിയുടെ തലമുടി വന്നിട്ടുണ്ട്. ഈ OV വിജയൻ അല്ല, സുന്നത്തെടുത്ത ആൾ OV വിജയനാണ്. ഇപ്പൊ കണ്ടില്ല, നിങ്ങളതിന്റെ ഫോട്ടോ കണ്ടില്ലേ? അപ്പോൾ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ മദ്രസയിൽ പഠിച്ചിട്ടുണ്ട്, നബിയുടെ ശരീരത്തിന് നിഴലില്ല. ഈ തലമുടി ഇങ്ങനെ കാണിച്ചു അതിന് നിഴലുണ്ട്. നിഴലുണ്ടോ? അത് നബിയുടെ നല്ല. പിന്നെ വേറെ തെളിവൊന്നും വേണ്ട എനിക്ക്. ഇങ്ങനെ ഏതൊക്കെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ പാടില്ല, അത് നരകത്തിലെ ഭാഷയാണ്, ഇബിലീസിന്റെ ഭാഷയാണ്. ഇപ്പൊ ഇംഗ്ലീഷേ പഠിക്കുള്ളൂ. അതാ ഒരു കാലത്ത് അങ്ങനെ. ഇപ്പൊ തലകുത്തനങ്ങോട്ട് മലയാളം മീഡിയം പറ്റൂല. ഏതാണ്?
സാമാന്യമായി എല്ലാവരും കേട്ടോ. വള്ളത്തോൾ ഇംഗ്ലീഷ് പഠിച്ചില്ല, എന്താ കാരണം എന്നറിയാം? അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ 2 കുട്ടികൾ ഇംഗ്ലീഷ് പഠിച്ചു, അവിടെ വസൂരി വന്നു, അതോടെ പഠിത്തം നിർത്തി. ഇത് മുസ്ലിങ്ങൾക്ക് മാത്രമുള്ള ഒരു ഓർഡറായിട്ട് വിചാരിക്കണ്ട. ഇംഗ്ലീഷുകാരെ എതിർക്കാൻ വേണ്ടത് ഇംഗ്ലീഷ് പഠിക്കുകയാണ് അല്ലേ? ഇംഗ്ലീഷ് പഠിച്ചവരാ അവരൊക്കെ എതിർത്തത്. ഗാന്ധി, നെഹ്റു, പട്ടേൽ, ജിന്ന, ഇവരൊക്കെ ഇംഗ്ലണ്ടിൽ പോയി ഇംഗ്ലീഷ് പഠിച്ചു, വെറുതെ അല്ല. അപ്പൊ ഇംഗ്ലീഷ് പഠിക്കണം എന്ന് പറഞ്ഞ് സർ സയ്യിദ് അഹമ്മദ് ഖാനെ കാഫറ എന്ന് പറഞ്ഞു. എന്താ വേണ്ടത്? അപ്പോ ഇങ്ങനെ എത്ര ഹറാം ഹലാലായി, എത്ര ഹലാല് ഹറാമായി, അതൊക്കെ അവരുടെ സൗകര്യമാണ് പ്രശ്നം. അവർക്ക് ഇപ്പോ പിന്നെ ഞങ്ങളെ നാട്ടിലൊരു തമാശ ഉണ്ടായിരുന്നു. ഫോട്ടോ ഹറാമാണ്. അപ്പോൾ ഒരാളുടെ ബാപ്പ മരിച്ചു. അപ്പോൾ അയാളെ കൊലായിൽ 2-3 ഫോട്ടോ ഉണ്ട്. അപ്പോൾ ഒരു മുസ്ലിം വന്നപ്പോൾ പറഞ്ഞു ആ ഫോട്ടോ ഒക്കെ എടുക്കണം, എന്താ റഹ്മത്തിൻ്റെ മലക്ക് ഇറങ്ങൂല. അപ്പോൾ ഇയാൾ ചോദിച്ചു പിന്നെ എൻ്റെ വാപ്പയുടെ റൂഹിനെ പിടിച്ചത് അസറായിൽ വന്നിട്ടല്ലേ, പിന്നെ എൻ്റെ വാപ്പ വന്നിട്ട് എന്നെ പിടിച്ചത്. അസറായിൽ വന്നിട്ട് ഉള്ളത് പിടിക്കേ, വാപ്പ കൊടുത്ത് മരിച്ചുപോയി, അപ്പൊ അസറായിൽ വരും, ഫോട്ടോ ഒക്കെ അവിടെ നോട്ടെ എന്ന് പറഞ്ഞു. കണ്ടോ? അപ്പൊ ഇവർക്കൊക്കെ രാഷ്ട്രീയമുണ്ട്, ഇവർക്കൊക്കെ പബ്ലിസിറ്റി വേണം, ഇവർക്കൊക്കെ പത്രം നടത്തണം. അപ്പൊ എല്ലാ ഹറാമും ഹലാലാവും. നിങ്ങൾക്ക് ഇപ്പോഴുള്ള ഹലാലൊക്കെ ഹറാമൊക്കെ ഹലാലാക്കി കാണിച്ചു തരാം. സാധാരണക്കാർ ഇത് ചോദിക്കൂല, അത്രയും. ഇത് ചോദിച്ചാൽ കഴിഞ്ഞു. ഇതിപ്പോ ഞാൻ പറഞ്ഞ നേരത്തെ ഇപ്പോ ഈ മറയിലിരിക്കാന്ന് പറഞ്ഞാൽ എന്താണ് മൗലവി അല്ലെ മുസ്ലിം ഇതിന്റെ ആവശ്യം, എന്താ കാര്യം ചോദിക്കൂല. ഒരു ചാനലിൽ ഞാൻ കണ്ടത്, ഒരു പാസ്റ്റർ പറയാണ് ഒരു രോഗത്തിനും ചികിത്സിക്കേണ്ട, ഒക്കെ യേശു ചികിത്സിക്കും, പ്രാർത്ഥിച്ചാൽ മതി. അപ്പൊ ഈ ചെങ്ങായിയുടെ കണ്ണിൽ കണ്ണടയുണ്ട്. അപ്പൊ ഒരാൾ എന്താ പാസ്റ്റർ ഈ കണ്ണട വെച്ച് എന്നാ പ്രാർത്ഥിച്ചാൽ പോരെ, കണ്ണ് കാണൂല ചോദിക്കൂല. എന്നെ യുക്തി എന്ന് പറഞ്ഞ സാധനം നടക്കൂല. ഈ യുക്തിയെ കൊണ്ടുവരിക എന്നുള്ളതാണ് ജനാധിപത്യത്തിന്റെ പണി. അപ്പൊ ആധുനിക മതേതര ശാസ്ത്രീയ വിദ്യാഭ്യാസം കൊണ്ട് ഉണ്ടാവേണ്ട പ്രബുദ്ധത, നിങ്ങൾ ഇതൊക്കെ വിശ്വസിക്കുന്നത്, നിങ്ങൾ ഏത് ഈശ്വരനെ വേണേ വിളിക്കും, ഏത് ഭാഷയിൽ വേണേ പ്രാർത്ഥിക്കും. ഗാന്ധി പറയും, എന്താ പറയുന്നത്, ഇതൊക്കെ ഒരുത്തന്റെ പേരാണ്. ഈശ്വരൻ എന്നതും അള്ളാഹു എന്നതും നിന്റെ പേര് തന്നെ അല്ലയോ ഭഗവൻ, നീ എല്ലാവർക്കും സൽബുദ്ധി പ്രദാനം ചെയ്യണമെന്ന. ഈശ്വര അല്ലാ തേരേ നാം സബ്കോ സന്മതി ദേ ഭഗവൻ. ആചാരം ലംഘിക്കുന്നതിന് ഒരു മടിയില്ല ഗാന്ധിക്ക്. അത് അദ്ദേഹത്തിന്റെ യുക്തിക്ക് ചേർന്നെന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോ മതനിരപേക്ഷത എന്ന് പറയുന്നത് ഇതൊക്കെ എല്ലാത്തിൻ്റെയും ലക്ഷ്യം ഒന്നാണ്. നമ്മൾ ഒരു സമുദായമാണ്, നമ്മളൊരു ജനതയാണ്, നമ്മളൊരു രാഷ്ട്രമാണ്. നമ്മുടെ ഭൂതകാലം തുല്യമാണ്, വർത്തമാനകാലം തുല്യമാണ്, ഭാവി കാലവും തുല്യമായിരിക്കണം എന്നുള്ള ഒരു ചെറിയ തിരിച്ചറിവിനാണ് ഇത് പറയാ. ഇവിടെ റോഡുണ്ട്, അത് ചീത്തയായി. ഇവിടെ ബസ് ഓടുന്നില്ല. ഇതിനൊക്കെ വല്ല മതവ്യത്യാസമുണ്ടോ? ഇവിടുത്തെ സർക്കാർ ആശുപത്രി ഡോക്ടറില്ല, മരുന്നില്ല, യൂണിവേഴ്സിറ്റി സമയത്ത് പരീക്ഷാഫലം പ്രഖ്യാപിക്കുന്നില്ല. ഇങ്ങനെ അഴിമതി നടക്കുന്നു. നമ്മുടെ ജനാധിപത്യത്തിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം അഴിമതിയാ. അഴിമതി KM മാണി അഴിമതി കാണിക്കുമ്പോൾ നമുക്ക് പറയാൻ പാടില്ല, എന്താ അത് ക്രിസ്ത്യാനി ആയതുകൊണ്ട് പറയുന്നതെന്ന് പറയാം, പിന്നെ നമ്മൾ മിണ്ടൂല. KM മാണി ക്രിസ്ത്യാനി ആയിക്കോട്ടെ, അഴിമതി കാണിച്ച അഴിമതിയാന്ന് നമുക്ക് പറയണം. അത് ക്രിസ്ത്യാനി ആയതുകൊണ്ട് ആണ് ആ ആരോപണം ഉന്നയിക്കുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ ബാക്കി ആരും മിണ്ടൂല. കണ്ടോ? മതനിരപേക്ഷത അഴിമതിയെ എങ്ങനെയാണ് ഒരു പ്രശ്നവൽക്കരിക്കുന്നതെന്നാണ് ഞാൻ പറയുന്നത്. ഈ തരത്തിൽ അനവധി ഇതൊക്കെ വളരെ ലളിതമാണ്. നമുക്കൊക്കെ ഭൗതികമായ പ്രശ്നങ്ങളൊക്കെ തുല്യമാണ്. റേഷൻ ഷാപ്പിൽ അരിയില്ല എന്നുള്ളത് തുല്യമാണ്. നിങ്ങൾ ഏത് മതക്കാരടിയല്ല. നമ്മൾ തമ്മിൽ വ്യത്യാസമുള്ളത് പേരിടുന്നതിലോ ചില വേഷത്തിലോ ദൈവത്തെ വിളിക്കുന്ന വാക്കിലോ ദൈവത്തിന് പറയുന്ന പേരിലോ കല്യാണം കഴിക്കുമ്പോഴോ മരിച്ചു പോയാലോ ഒക്കെ വ്യത്യാസമുള്ളത്. വേറെ ഒന്നിലൊരു വ്യത്യാസമില്ല. സൂക്കേടാവുമ്പോൾ ഡയബറ്റിക് ആവുമ്പോൾ മുസ്ലിമിന് വരില്ല, ക്രിസ്ത്യാനിക്കേ വരുള്ളൂ എന്നില്ല. ഉണ്ടോ? പ്രഷർ കൂടുമ്പോൾ നായർക്ക് മാത്രം വരുന്നൊരു പ്രഷറുണ്ടോ? ഇല്ല. മഴയില്ലെങ്കിൽ അത് നായർക്ക് മാത്രം വരുന്നതല്ല. വെള്ളപ്പൊക്കം വന്നപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ ഇതൊരു വ്യത്യാസമില്ല. ഒരാപത്ത് വന്നാലേ ഇത് മനസ്സിലാവുള്ളൂ. കാരണം മറ്റേ അവയവല്ല ഏത്. ഞങ്ങളവിടെ പറയൂ, ഇവിടെ പറയായിരിക്കില്ലേ, ഈ തലയിൽ ആൾതാമസമല്ല, ഈ ആൾതാമസമല്ലാത്തതിന്റെ പ്രശ്നമായത്. ഇത് ജനാധിപത്യം നിങ്ങളോട് ആവശ്യപ്പെടുന്നത് നിങ്ങൾ ചിന്തിക്കണം എന്നാ. അങ്ങനെ ഉണ്ട് ഖുർആനില്. നിങ്ങൾക്ക് ബുദ്ധിയില്ലേ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്ന് ഇടയ്ക്കിടയ്ക്ക് ആവർത്തിച്ച് ഖുർആനിൽ ചോദിക്കുന്നുണ്ട്. ചോദിച്ചിട്ട് അതിന് ഫലം ഉണ്ടായോ എന്ന് നിങ്ങൾ ആലോചിക്കുക. അതുകൊണ്ട് ഞാൻ ഈ സംഭാഷണം അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ഒറ്റ കാര്യമാണ്, നമ്മുടെ ദേശീയത തകർന്നു പോകും, നമ്മുടെ ജനാധിപത്യം തകർന്നു പോകും.
ഇന്ത്യൻ സാഹചര്യത്തിൽ മതേതരത്വം എന്ന് പറയുന്നതും ജനാധിപത്യം എന്ന് പറയുന്നത് ഒറ്റ ഒന്നാണ്. അത് രണ്ടല്ല. ജനാധിപത്യത്തിന് വേണ്ടി മതേതരത്വം എന്നല്ല, മതേതരത്തിന് വേണ്ടി ജനാധിപത്യം അല്ല. ഇന്നത്തെ അവസ്ഥയിൽ പ്രത്യേകിച്ച് അത് രണ്ടും ഒറ്റ ഒന്നാണ്. അതില്ലെങ്കിൽ നമ്മുടെ ദേശീയ നിലനിൽക്കൂല. നമ്മൾ പഠിച്ചില്ലല്ലോ. 47 പഠിച്ചോ, വല്ലതും പഠിച്ചോ? 47 ഹിന്ദുക്കളും മുസ്ലിങ്ങളും 2 രാഷ്ട്രമാണ് എന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടർ മുസ്ലിം രാഷ്ട്രം ഉണ്ടാക്കിപ്പോയി, ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കിപ്പോയി, ഇവിടെ ഒരു മതേതര രാഷ്ട്രം ഉണ്ടായി. അവർ 10 കൊല്ലാകുമ്പോഴേക്ക് പിന്നെയും വളർന്നു കേട്ടോ. ആ മതരാഷ്ട്രക്കാരുടെ ഒരു ചെറിയൊരു അവർക്ക് പറ്റിയൊരു അബദ്ധം ഞാൻ പറയാം കേട്ടോ. മുസ്ലിം രാഷ്ട്രീയത്തിൻ്റെ കണക്കിൽ തന്നെ ആലോചിച്ച് നോക്കൂ. ആ ജിന്നയുടെ പ്രസ്ഥാനം, ആ പാകിസ്ഥാൻവാദം എത്ര അബദ്ധമായിരുന്നു. ഇന്ത്യയിലെ മുസ്ലിം സമൂഹം 3ആയിട്ട് പിരിഞ്ഞുപോയി, തീർന്നല്ലോ. നിങ്ങൾ അതിൻ്റെ ശാക്തീകരണമാണ് പറഞ്ഞിരുന്നതെങ്കിൽ നിങ്ങൾ പാകിസ്ഥാൻ വേണമെന്നല്ല, പാകിസ്ഥാൻ വേണ്ട എന്നാണ് പറയേണ്ടിയിരുന്നത്. അങ്ങനെ പറഞ്ഞിരുന്നു മുഹമ്മദ് അബ്ദുറഹിമാൻ. അതുകൊണ്ട് അബ്ദുറഹിമാൻ കാഫറാണ് എന്ന് പറഞ്ഞു. അബ്ദുറഹിമാൻ സാമുദായികവാദിയാണെന്ന് സ്വന്തം പാർട്ടിക്കാരും അബ്ദുറഹിമാൻ സമുദായ വഞ്ചകനാണ് എന്ന് അന്യ പാർട്ടിക്കാരും പറഞ്ഞു. ഒറ്റപ്പെട്ട് പരാജയപ്പെട്ട് അബ്ദുറഹിമാൻ മരിച്ചുപോയി. അബ്ദുറഹിമാൻ ബാക്കിയാവണം. ഗാന്ധി മൊയ്തു മൗലവിയെ അബ്ദുറഹിമാന്റെ മരണശേഷം മദിരാശിയിൽ വെച്ച് കണ്ടപ്പോൾ പറഞ്ഞു, മൗലവിയോട് ആദ്യം പറഞ്ഞത് അബ്ദുറഹിമാന്റെ മരണം വല്ലാത്ത ദുരന്തമായി പോയി മൗലവി, എന്തൊരു ധീരനായ സേനാനിയായിരുന്നു. ഒരു ഭാഗത്ത് പാർട്ടിക്കാരോടും രാഷ്ട്രീയക്കാരോടും ഒരു ഭാഗത്ത് മതക്കാരോടും നിരന്തരം പോരാടിയാണ് അബ്ദുറഹിമാൻ ജീവിച്ചത്. നമുക്ക് ഇന്ന് തിരിച്ചു പിടിക്കേണ്ട ഒരു സ്മരണ ഗാന്ധിയുടേതാണെങ്കിൽ വേറെ ഒരു സ്മരണ അബ്ദുറഹിമാൻ്റെതാണ്. ഗാന്ധിയെ വിമർശിക്കാൻ പാടില്ല എന്നോ അദ്ദേഹത്തിന് തെറ്റുപറ്റിയിട്ടില്ല എന്നോ ഒന്നും ഈ പറഞ്ഞതിന് അർത്ഥമല്ല. അദ്ദേഹം ഇന്ത്യൻ ദേശീയത എന്ന് പറഞ്ഞതാണ് നമ്മൾ ഇന്ന് മതനിരപേക്ഷ എന്ന് പറയുന്നത്. ഇന്ത്യൻ ദേശീയത എന്ന ഒരു ആശയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഹിന്ദു ദേശീയതയുടെ ഒരു പ്രതിരൂപത്തിന് ഗോഡ്സേക്ക് അദ്ദേഹത്തെ വെടിവെച്ച് കൊല്ലേണ്ടി വന്നത്. അതുകൊണ്ട് ഇന്ന് ഗാന്ധിക്ക് ജാതിയുടെ കാര്യത്തിലോ ഖിലാഫത്തിൻ്റെ കാര്യത്തിലോ മറ്റു കാര്യങ്ങളിലോ പറ്റി എല്ലാ തെറ്റുകളെയും നിങ്ങൾ നിശിതമായി വിമർശിക്കുക. ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഗാന്ധിയുടെ പ്രാധാന്യം, അദ്ദേഹത്തിൻ്റെ പ്രസക്തി തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമ്മൾ നഷ്ടപ്പെടാൻ പോകുന്നത് ഇന്ത്യൻ ദേശീയത തന്നെയാണ്. നമ്മൾ നമ്മുടെ ജനാധിപത്യം റിസ്ക് ചെയ്തുകൊണ്ട് ഗാന്ധിയെ ആക്രമിക്കുന്നതും വിസ്മരിക്കുന്നതും അബ്ദുറഹിമാനെ വിസ്മരിക്കുന്നതും തീർച്ചയായിട്ടും ആത്മഹത്യാപരമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എന്നെ ക്ഷണിച്ചതിനും ശ്രദ്ധാപൂർവം ഇത് കേട്ടിരുന്നതിനും നന്ദി, നമസ്കാരം.